So welcome to another live session from Tiju's Academy. So I'm Vineet and Vijayan. I think all are good. So we are very glad to say that our live sessions are from your comments and from your feedbacks, we are realizing that our live sessions are very useful for you guys, and definitely we will continue this session, and this especially IELTS writing-ലേക്കുള്ള ഒരു സെഷൻ വളരെ യൂസ്ഫുൾ ആണെന്ന് അറിയാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. So we are getting different feedbacks from different people from different places, especially the students who are trying to crack the IELTS for a long time. So for the last 3 and 4 sessions we were discussing about the Writing Task 2 and the details regarding the Writing Task 2, how to write an effective introduction, types of questions, then how to analyze a question. Then the last session we were discussed about how to paraphrase a sentence, which was I think which was very beneficial for you guys. And today we are going to look into detail about the sentence types or the types of sentences. So let us some more people to join. So okay, fine. So let's start. So Writing Task 2ലേക്ക് വരുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സെൻറ്റൻസ് ടൈപ്സ്, അല്ലെങ്കിൽ സ്ട്രക്ചറിങ് ഓഫ് സെൻറ്റൻസസ്, ഹൗ ടു സ്ട്രക്ചർ എ സെൻറ്റൻസസ്, എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ ചെയ്യേണ്ടത്, എത്ര ടൈപ്സ് ഓഫ് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് ഉണ്ട്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. സോ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ആർ ഹാവിങ് ദിസ് ഇഷ്യൂ വൈൽ കൺസ്ട്രക്ടിങ് എ സെൻറ്റൻസ്, എസ്പെഷ്യലി എ കോംപ്ലെക്സ് സെൻറ്റൻസ് ഓർ എ കോമ്പൗണ്ട് കോംപ്ലെക്സ് സെൻറ്റൻസ്. എന്തുകൊണ്ടാണ് ഒരു കോമ്പൗണ്ട് കോംപ്ലെക്സ് സെൻറ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യം നമുക്ക് മുമ്പോട്ട് നോക്കാം. IELTSൻ്റെ റൈറ്റിംഗ് ടാസ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിങ്ങാണ് കോമ്പൗണ്ട് കോംപ്ലെക്സ് സെൻറ്റൻസ്, അല്ലെങ്കിൽ ഒരു കോംപ്ലെക്സ് സെൻറ്റൻസ് എഴുതുക എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മുമ്പോട്ട് നോക്കാം. സോ ലെറ്റ്സ് ബിഗിൻ. ഓക്കെ, ഫൈൻ. So you can see here in your writing you will be given reasons stating the results of a situation, linking statements which contrast with one another and showing other relationships between the statements in a sentence. സോ നമുക്കറിയാം, നമ്മളോട് ചോദിക്കുന്ന ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ലൈവിൽ നോക്കുകയുണ്ടായി. അതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഒപ്പീനിയൻ ആയിരിക്കും ചോദിക്കുന്നത്. സോ ഹൗ യു ടു വാട്ട് എക്സ്റ്റെൻഡ് ഡു യു എഗ്രി, അല്ലെങ്കിൽ ഡിസ്കസ് ബോത്ത് ദി ആർഗ്യുമെൻറ്റ്സ്, ദെൻ കോസസ്, സൊല്യൂഷൻസ്, സിറ്റുവേഷൻസ്, ഇത്തരത്തിലുള്ള ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്സും അല്ലെങ്കിൽ ജനറൽ ഐഡിയാസും ആയിരിക്കും നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കും. ഇത്തരം സിറ്റുവേഷൻസിൽ വി ഹാവ് ടു കണക്ട് ദ സെൻറ്റൻസസ്. നമ്മൾ പറഞ്ഞിരിക്കുന്ന ഐഡിയാസിനെ, കൊഹിഷൻ ആൻഡ് കൊഹറൻസ് എന്ന് പറയുന്ന ഒരു ടാസ്ക് അച്ചീവ്മെൻറ്റ്, അല്ലെ ആ ഒരു ഏരിയ നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മളിവിടെ അതിൽ അച്ചീവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സെൻറ്റൻസിന് അല്ല ഐഡിയാസിനെ, അതുപോലെ തന്നെ സെൻറ്റൻസുകളുടെ തമ്മിലൊരു കണക്ഷൻ അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ വളരെ റൈറ്റിംഗ് ടാസ്ക് 2ൽ ഒരു സെൻറ്റൻസിനെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ യൂസിങ് ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ആൻഡ് സെൻറ്റൻസ് ടൈപ്സ് ടു എക്സ്പ്രസ് ദീസ് കൈൻഡ്സ് ഓഫ് ഐഡിയാസ് ആഡ്സ് വെറൈറ്റി ടു യുവർ റൈറ്റിംഗ് ആൻഡ് ഓൾസോ ഡെമോൺസ്ട്രേറ്റ്സ് ദ ഗ്രമാറ്റിക്കൽ റേഞ്ച് ഓഫ് യുവർ ലാംഗ്വേജ്, എ ക്രൈറ്റീരിയൻ ബൈ വിച്ച് യുവർ റൈറ്റിംഗ് ഈസ് അസസ്ഡ്. സോ നമ്മളുടെ റൈറ്റിംഗ് ടാസ്ക് 2ൻ്റെ ഒരു അസസ്മെൻറ്റ് ക്രൈറ്റീരിയയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു തിങ്ങാണ് ഗ്രമാറ്റിക്കൽ റേഞ്ച് ആൻഡ് ആക്യുറസി എന്ന് പറയുന്നത്. സോ ഗ്രമാറ്റിക്കൽ റേഞ്ച് ആൻഡ് ആക്യുറസി അല്ലെങ്കിൽ ഗ്രമാറ്റിക്കൽ റേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സോ റൈറ്റ് ലൈക്ക് എ പ്രൊഫിഷ്യൻ്റ് ഇംഗ്ലീഷ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പ്രൊഫിഷ്യൻ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് എഴുതുക. ഒരു കോംപ്ലെക്സ് സെൻറ്റൻസ് സ്ട്രക്ചർ ഉണ്ടാവുക, നല്ല വക്കാബ്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ലെങ്തി ആയിട്ടുള്ളൊരു സെൻറ്റൻസിനെ വിത്തൗട്ട് ഗ്രമാറ്റിക്കൽ എറേഴ്സിൽ എക്സാമിനേഴ്സിന് ഡെലിവറി ചെയ്യുക. ഈ ഐഡിയാസാണ് മെയിനായിട്ട് നമ്മൾ ഗ്രമാറ്റിക്കൽ റേഞ്ച് ആൻഡ് ആക്യുറസി എന്ന് പറയുന്ന ഒരു അസസ്മെൻറ്റ് ക്രൈറ്റീരിയയായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ഒരു കോംപ്ലെക്സ് സെൻറ്റൻസ് സ്ട്രക്ചർ അല്ലെങ്കിൽ നല്ലൊരു സെൻറ്റൻസ് സ്ട്രക്ചർ നിങ്ങൾ അല്ലെങ്കിൽ റൈറ്റിംഗ് ടാസ്ക് 2ൽ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ കോൺട്രിബ്യൂട്ട് ടു ദ സ്കോർ, നോ ഡൗട്ട്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കോംപ്ലെക്സ് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സെൻറ്റൻസ് സ്ട്രക്ചേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വളരെ IELTSൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ഏതൊക്കെയാണ്, ഏത് സിറ്റുവേഷനിലാണ്, എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്, അതിൻ്റെ റൂൾസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫൈൻ. സോ IELTSൽ എങ്ങനെ ഇത് ബെനിഫിഷ്യൽ ആകുന്നു എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. IELTS ടിപ്സിലേക്ക് പോകുമ്പോൾ യൂസ് എ വെറൈറ്റി ഓഫ് സെൻറ്റൻസ് ടൈപ്സ് ആൻഡ് സ്ട്രക്ചർ ഇൻ യുവർ റൈറ്റിംഗ്. സോ നമ്മുടെ ടൈപ്സ് ഓഫ് സെൻറ്റൻസ്, എസ്പെഷ്യലി നമുക്ക് ആ ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ടൈപ്സുകൾ അല്ലെങ്കിൽ സെൻറ്റൻസ് ടൈപ്സുകൾ നമ്മൾ എവിടെ ഉപയോഗിക്കാൻ ശ്രമിക്കുക നമ്മുടെ റൈറ്റിങ്ങിൽ. എസ്പെഷ്യലി നമ്മൾ ഫസ്റ്റ് ബോഡി പാരഗ്രാഫിലും സെക്കൻഡ് ബോഡി പാരഗ്രാഫിലും
when we explain something, നമ്മളൊരു പറഞ്ഞൊരു പോയിന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഒരു സെൻറ്റൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ that will be very beneficial for you. Then includes a range of simple, compound and complex sentences as well as concession, models, cause and effects and other grammatical structures. So a range of simple, compound and complex sentences, അത് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ആണ്. നമ്മൾ അതിലേക്കാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ആ ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ ആസ് വെൽ ആസ് കൺസെഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്, സോ നമ്മളൊരു സെൻറ്റൻസിൻ്റെ കോൺട്രഡിക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കൺസെഷൻസ് ആണ്. ഓൾ ദോ, ഈവൻ ദോ, വാട്ട് എവർ തുടങ്ങിയ സെൻറ്റൻസുകളൊക്കെ അല്ലെങ്കിൽ ഒരു ഫ്രേസ് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കൺസെഷൻ എന്നുകൊണ്ട് ഉപയോഗിക്കുന്നത്. സോ ഇത്തരം കൺസെഷൻസ് ഉപയോഗിക്കുന്നത് നമ്മളുടെ ഒരു സെൻറ്റൻസിനെ ഇതിലൂടെയാണ് നമ്മളൊരു കോമ്പൗണ്ട് സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് സ്ട്രക്ചറുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഓക്കെ, അതോടൊപ്പം തന്നെ കോസ് ആൻഡ് എഫക്ട്സ്, കാരണങ്ങൾ, നമ്മൾ ഇതിലെ ടൈപ്സ് നോക്കിയ പോലെ കാരണങ്ങൾ, അതിൻ്റെ എഫക്ട്സ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യാൻ നല്ലൊരു ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചറിലൂടെ നമ്മളവിടെ ഇംപ്ലിമെൻറ്റ് എസൈൽ ചെയ്യാൻ ശ്രമിച്ചാൽ ദാറ്റ് വിൽ ഇംപ്രൂവ് യുവർ സ്കോർ. ഓക്കെ, ദെൻ ദീസ് ഫീച്ചേഴ്സ് മേക്ക് യുവർ റൈറ്റിംഗ് എഫക്റ്റീവ്, ഫോർമൽ ആൻഡ് മോർ ഇൻട്രസ്റ്റിംഗ്. So the examiners are always looking to find something new. As I earlier mentioned, a unique writing will always improve your score. So normal writing അല്ലെങ്കിൽ സാധാരണ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ സ്റ്റുഡൻസും എഴുതുന്ന പോലെ വളരെ സിമ്പിളായിട്ട് ഒരു സിമ്പിൾ സെൻറ്റൻസുകൾ ഉപയോഗിച്ച് നമ്മുടെ ഐഡിയാസിനെ വെറുതെ അല്ലെങ്കിൽ 1 by 1 ആയിട്ട് എസ്സേയിൽ എഴുതുന്നതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകത്തില്ല. പകരം നിങ്ങളൊരു സെൻറ്റൻസ് സ്ട്രക്ചർ, നല്ലൊരു കോംപ്ലക്സ് സെൻറ്റൻസ് സ്ട്രക്ചർ എഴുതുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ സ്കോർ ഇമ്പ്രൂവ് ആവും. സോ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ആർ സേയിങ് ദിസ് complain that they are not getting or their score is not exceeding the limit of 6 or 5.5 or 6. This is because അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇവാലുവേഷൻ ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത് അറിയാം. ടാസ്ക് അച്ചീവ്മെൻറ്റ്, കോഷൻ ആൻഡ് കോഹറൻസ്, ഗ്രാമാറ്റിക്കൽ റേഞ്ച് ആൻഡ് ആക്യുറസി ആൻഡ് ലെക്സിക്കൽ റിസോഴ്സസ്. ഇതിലേക്ക് വരുമ്പോൾ എല്ലാവരും സ്റ്റുഡൻസ് ചെയ്യുന്നവരാണ് ടാസ്കിനെ കൃത്യമായിട്ട് അച്ചീവ് ചെയ്യും. അതോടൊപ്പം തന്നെ നല്ലൊരു കോഷനും കോഹറൻസും, അതായത് സെൻറ്റൻസുകൾ തമ്മിൽ അതോടൊപ്പം തന്നെ ഐഡിയാസ് തമ്മിലൊരു ബന്ധമുണ്ടാകും. ബട്ട് ദേ വോണ്ട് അച്ചീവ് ദ റെസ്റ്റ് ഓഫ് ദ അസസ്മെൻറ്റ് ക്രൈറ്റീരിയാസ്. ഫസ്റ്റ് വൺ ഈസ് കോംപ്ലക്സ് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഒരു ഗ്രാമാറ്റിക്കൽ റേഞ്ച് ആൻഡ് ആക്യുറസി. നല്ലൊരു സെൻറ്റൻസ് സ്ട്രക്ചർ ഒരിക്കലും എന്തുണ്ടാവില്ല, ആ എസ്സേയിൽ ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ ലെക്സിക്കൽ റിസോഴ്സസ്, നല്ല വക്കാബ്സും അവിടെ ഉണ്ടാവില്ല. വക്കാബ്സ് മീൻസ് നല്ല സിനോണിംസ്, നല്ല വക്കാബുലറീസ്, അല്ലെങ്കിൽ നമ്മുടെ ആ സിറ്റുവേഷനുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ളൊരു വക്കാബുലറീസ് അവിടെ അവർ ഉപയോഗിക്കാൻ ശ്രമിക്കാറില്ല, അല്ലെങ്കിൽ അവർ ട്രൈ ചെയ്യാറില്ല. അങ്ങനെ വരുന്ന സിറ്റുവേഷനിലാണ് ഇവരുടെ സ്കോർ എന്ന് പറയുന്ന ഒരു ലിമിറ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു 6 അല്ലെങ്കിൽ 5.56 എന്ന് പറയുന്ന സെനിത്ത് പോയിന്റിൽ വന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. സോ ഹിയർ യു ക്യാൻ സീ there are 4 types of sentence structures in English. 4 types of sentence structures ആണ് നമ്മൾ ഇംഗ്ലീഷിൻ്റെ അകത്തുള്ളത്. The first one is simple, the second one is compound, third one is complex and the final one is compound complex sentence. Simple sentence, compound sentence, complex sentence and compound complex sentence. So ഈ ഓരോ സെൻറ്റൻസ് സ്ട്രക്ചേഴ്സിനെയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവുകയാണ്. The first one is simple sentence. So a simple sentence is also called an independent clause. What do you mean by an independent clause? So independent clause, dependent clauses എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഒരു സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇഫ് വി ആർ ഗെറ്റിംഗ് ദ കംപ്ലീറ്റ് നോളജ് ഓർ കംപ്ലീറ്റ് ഐഡിയ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സെൻറ്റൻസ്, it will be considered as an independent clause. We don't need to ask questions. അല്ലെങ്കിൽ നമ്മളൊരു സെൻറ്റൻസ് വായിച്ചു കഴിഞ്ഞാൽ നമ്മളത് എന്തിനെ, എങ്ങനെ, വൈ, വെൻ, വെയർ എന്നൊരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യം വരില്ല. ദ ഡീറ്റെയിൽസ് വിൽ ബി ദെയർ. അതിനെയാണ് ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. നമ്മൾ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. ആ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് തന്നെയാണ് എന്ന് പറയുന്നത് സിമ്പിൾ സെൻറ്റൻസ്. ഹിയർ യു ക്യാൻ സീ ആൻ എക്സാമ്പിൾ. പൊല്യൂഷൻ ഈസ് എ സീരിയസ് പ്രോബ്ലം ഇൻ കോസ്മോപൊളിറ്റൻ ഏരിയാസ്. പൊല്യൂഷൻ, മലിനീകരണം എന്ന് പറഞ്ഞാൽ കോസ്മോപൊളിറ്റൻ മീൻസ് മെട്രോപൊളിറ്റൻ അല്ലെങ്കിൽ അർബൻ ഏരിയാസിൽ അല്ലെങ്കിൽ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള അർബൻ ഏരിയാസിൽ ഒരു സീരിയസ് പ്രോബ്ലം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഹിയർ യു ക്യാൻ സി എ സബ്ജക്റ്റ് ഉണ്ട്, വെർബും ഉണ്ട്. സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് നമ്മൾ നോക്കുക. സബ്ജക്റ്റ് ഉണ്ട്, സബ്ജക്റ്റ് ഈസ് പൊല്യൂഷൻ, വെർബ് ഈസ് ആണ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ ഒരു സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് ആണ്. അവിടെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് മാത്രമല്ല, നമുക്ക് പൂർണ്ണമായിട്ടൊരു മീനിങ് കൂടി അവിടെ തരുന്നുണ്ട്. ദ സെൻറ്റൻസ് ഈസ് ഗിവിംഗ് ദ എൻറ്റയർ ഐഡിയ. വി ഡോണ്ട് നീഡ് ടു ആസ്ക് ക്വസ്റ്റ്യൻ വേർ, what is creating what will be a serious problem. The answer is there, and what it will be, it will be a problem, and where it will be a problem, and we can see it will be in the cosmopolitan areas. So the entire idea is here. We don't need to ask additional questions regarding this particular sentence. So ഇതാണ് സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുന്നത്, and also called as an independent clause. Okay, fine. So the next sentence is compound sentence. So this is a little bit complicated compared to the simple sentence. A compound sentence consists of 2 or more simple sentences and a conjunction.
കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് അല്ലെങ്കിൽ കൺജങ്ഷൻസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ക്ലോസുകളെ തമ്മിൽ കോർഡിനേറ്റ് അല്ലെങ്കിൽ ജോയിൻ ചെയ്യാനും അവർ ഒരുമിച്ച് ചേർത്ത് നിർത്താൻ ഉപയോഗിക്കുന്ന കൺജങ്ഷൻസ് ആണ്. സോ ഫോർ എക്സാമ്പിൾ നമുക്ക് ഫാൻ ബോയ്സ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. F for A for and, N for nor, B for but, O for or, Y for yet, then S for so. ഇതെല്ലാം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? രണ്ട് സെൻറ്റൻസ് സ്ട്രക്ചർ, രണ്ട് സെൻറ്റൻസുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് ചേർത്തുന്നു. റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് സെൻറ്റൻസുകളെ നമ്മൾ ഒരുമിച്ച് ചേർത്ത് നിർത്താൻ ശ്രമിക്കുകയാണ്. സോ ഇതാണ് കോമ്പൗണ്ട് സെൻറ്റൻസ് പറയുന്നത്. സോ ഇവിടെ 2 സിമ്പിൾ സെൻറ്റൻസുകളായിരിക്കും ഉണ്ടാകുന്നത്. യു ക്യാൻ സീ pollution is a serious problem in cosmopolitan areas, and the additional sentence is the government is addressing the issue. പൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു കോസ്മോപോളിറ്റൻ ഏരിയാസിലെ സീരിയസ് ഇഷ്യൂ ആണെന്ന് പറയുന്ന ഒരു സിമ്പിൾ സെൻറ്റൻസ് തന്നു. അതോടൊപ്പം തന്നെ ദ ഗവൺമെൻറ് ഈസ് അഡ്രസ്സിങ് ദ ഇഷ്യൂ, ഗവൺമെൻറ് ഈ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി തന്നു. സോ ആ രണ്ട് സെൻറ്റൻസുകളെയും നമ്മൾ ഒരുമിച്ച് ചേർത്തപ്പോൾ എങ്ങനെ എഴുതാൻ സാധിച്ചു? പൊല്യൂഷൻ ഈസ് എ സീരിയസ് പ്രോബ്ലം ഇൻ കോസ്മോപോളിറ്റൻ ഏരിയാസ് ബട്ട് ദ ഗവൺമെൻറ് ഈസ് അഡ്രസ്സിങ് ദ ഇഷ്യൂ. അതായത് കോസ്മോപോളിറ്റൻ ഏരിയാസിലെ ഒരു വലിയ പൊല്യൂഷൻ ഒരു വലിയ പ്രശ്നമാണെങ്കിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെൻറ്റ്സ് ഇത് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. സോ ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. പൊല്യൂഷൻ എന്ന് പറയുന്ന സീരിയസ് ഇഷ്യൂ ആണെന്ന് പറയുന്ന ഒരു ഐഡിയയും അതോടൊപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെടുത്താൻ അല്ലെങ്കിൽ ഒരു എൻറ്റയർലി മാറി നിൽക്കുന്ന ഒരു സിനാരിയുമാണ് ഗവൺമെൻറ് ഈസ് അഡ്രസ്സിങ് ദ ഇഷ്യൂ എന്ന് പറയുന്നത്. സോ രണ്ടും റിലേറ്റഡ് ആക്കി അതിനെ എന്ത് ചെയ്തു? ബട്ട് എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റിംഗ് കൺജക്ഷൻ ഉപയോഗിച്ച് എന്ത് ചെയ്തു? ഒറ്റ സെൻറ്റൻസ് ആക്കി. സോ ബട്ട് ഈസ് കോർഡിനേറ്റിംഗ് കണ്ടീഷൻ എക്സ്പ്രസിങ് കോൺട്രാസ്റ്റ്. കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഐഡിയ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കോൺട്രാസ്റ്റിംഗ് ഐഡിയ ആണ്. പ്രശ്നമാണെങ്കിൽ പൊല്യൂഷൻ ഒരു സീരിയസ് ഇഷ്യൂ ആണ്, അതിൻ്റെ കോൺട്രാസ്റ്റിംഗ് ഐഡിയ ആണ് തന്നിരിക്കുന്നത്. ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യുന്നുള്ള കോൺട്രാസ്റ്റിംഗ് ഐഡിയ തന്നിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് എ കോമ്പൗണ്ട് സെൻറ്റൻസ്. കോമ്പൗണ്ട് സെൻറ്റൻസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു സിമ്പിൾ സെൻറ്റൻസ്, ഒരു രണ്ട് സിമ്പിൾ സെൻറ്റൻസുകളെ എന്താണ് ചെയ്തിരിക്കുന്നത്? അവിടെ ഒരുമിച്ച് ചേർത്ത് എഴുതിയാണ് ചെയ്തിരിക്കുന്നത്. അത് കോർഡിനേറ്റിംഗ് കൺജക്ഷൻ ആയിട്ടുള്ള ബട്ട് ഉപയോഗിച്ചാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സോ രണ്ട് ഡിഫറെൻറ്റ് ഐഡിയാസിനെ ഒരുമിച്ച് ചേർത്ത് ദിസ് ഇസ് കോൾഡ് സിമ്പിൾ സെൻറ്റൻസ്. ഇത് ബട്ട് മാത്രമല്ല, ആൻഡ് ഉപയോഗിക്കാം, ഫോർ ഉപയോഗിക്കാം, നോർ, യെറ്റ്, ഇതെല്ലാം ഉപയോഗിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായി മാറും? ഒരു കോമ്പൗണ്ട് സെൻറ്റൻസായി മാറുന്നുണ്ട്. ഓക്കെ, ഫൈൻ. ദ നെക്സ്റ്റ് വൺ ഈസ് കോംപ്ലക്സ് സെൻറ്റൻസ്. സോ when we are moving to this session, the complexity of the sentence is increasing. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കോംപ്ലക്സ് സെൻറ്റൻസ് കൺസിസ്റ്റ് ഓഫ് ആൻ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് എ സബോർഡിനേറ്റ് ക്ലോസ്. ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഉണ്ടാവും, ഒരു സബോർഡിനേറ്റ് ക്ലോസും ഉണ്ടാവും. സോ here we can see a complex sentence. Although the government is addressing the issue of pollution, it is still a serious problem in cosmopolitan areas. ആ കോമ്പൗണ്ട് സെൻറ്റൻസിനെ നമ്മൾ രണ്ടാക്കുകയാണ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ രണ്ട് ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസുകളെ നമ്മൾ ഒരു ബട്ട് ഉപയോഗിച്ച് നമ്മളൊരു കോമ്പൗണ്ട് സെൻറ്റൻസ് ആക്കി മാറി. അതൊരു കോംപ്ലക്സ് സെൻറ്റൻസിലേക്ക് മാറിയപ്പോൾ യു ക്യാൻ സീ ഹിയർ ഇവിടെ ഓൾദോ എന്ന് പറയുന്നൊരു കൺസെഷൻ നമ്മൾ ഉപയോഗിച്ചു. ഓൾദോ എന്ന് പറയുന്ന കൺസെഷൻ ഉപയോഗിച്ച് ഓൾദോ ദ ഗവൺമെൻറ് ഈസ് അഡ്രസ്സിങ് ദ ഇഷ്യൂ ഓഫ് പൊല്യൂഷൻ, അതായത് ഗവൺമെൻറ് ഈ പൊല്യൂഷൻ എന്ന് പറഞ്ഞ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇറ്റ് ഈസ് സ്റ്റിൽ എ സീരിയസ് പ്രോബ്ലം ഇൻ കോസ്മോപോളിറ്റൻ. ഇതിപ്പോഴും ഇപ്പോഴും കോസ്മോപോളിറ്റൻ ഏരിയാസിലെ ഒരു സീരിയസ് ഇഷ്യൂ ആണെന്ന് നമ്മൾ എന്ത് ചെയ്തു? നമ്മളവിടെ സ്റ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓൾദോ എന്ന് പറയുന്ന കൺസെഷൻ ഉപയോഗിച്ച്. സോ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് പാരാഫ്രൈസിങ് ഓൾസോ. നമ്മൾ ലാസ്റ്റ് ലൈവിൽ ചെയ്ത പാരാഫ്രൈസിങ്ങിൻ്റെ മറ്റൊരു ഫേസാണ് നമ്മളിവിടെ കാണുന്നത്. രണ്ട് ഐഡിയാസിൻ്റെ മീനിങ് മാറിപ്പോകാതെ നമ്മൾ എന്ത് ചെയ്തു? ഓൾദോ ചേർത്ത് നമ്മളതിനെ ഒന്ന് പാരാഫ്രൈസ് ചെയ്തു. ഇൻ ദ ലാസ്റ്റ് ലൈവ് സെഷൻ വി വർ ഡിസ്കസ്ഡ് അബൌട്ട് ദ പാരാഫ്രൈസിങ് ടൂൾ. അവിടെയും നമ്മൾ ഓൾദോ എന്ന് പറയുന്ന വാക്ക്, അല്ല ഓൾദോ ഈവൻ ദോ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചൊരു സെൻറ്റൻസിനെ എങ്ങനെ പാരാഫ്രൈസ് ചെയ്യുന്നുള്ളൊരു സെക്ഷൻ കൂടി നമ്മൾ എന്തിരുന്നു? കോമ്പൗണ്ട് കോംപ്ലക്സ് സ്ട്രക്ചർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് കൂടി നമ്മൾ അതിൻ്റെ അകത്ത് പറയുന്നു. പ്ലീസ് ഹാവ് എ ലുക്ക് ഓൺ ഇറ്റ് ഇഫ് യു ഹാവ് എനി ഡൗട്ട് റിലേറ്റഡ് ദിസ്. ഓക്കെ, ഫൈൻ. സോ ദിസ് ഈസ് കോംപ്ലക്സ് സെൻറ്റൻസ്. ഓൾദോ സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ എക്സ്പ്രസിംഗ് കൺസെഷൻ. ഓൾദോ ചേർക്കുമ്പോൾ ഇതെന്താണ്? ഒരു സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ ആണ്. അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? കൺസെഷൻ ഉപയോഗിച്ച് ഒരു എങ്കിലും ഒരു എന്താ പറയുന്ന ഒരു സ്റ്റിൽ എ പ്രോബ്ലം എന്നുള്ള കാര്യം അവിടെ എക്സ്പ്രസ് ചെയ്യാനായിട്ടാണ് അവിടെ ഓൾദോ ചേർത്തിരിക്കുന്നത്. ഓൾദോ ഈവൻ ദോ എനിത്തിങ് വി ക്യാൻ യൂസ് ദെയർ. ഓക്കെ, ഫൈൻ. സോ ദ നെക്സ്റ്റ് സെറ്റ് ഓഫ് സെൻറ്റൻസ് ഈസ് കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ്. സോ ഇതിലേക്ക് വരുമ്പോൾ, അല്ലെ കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ട് കാര്യങ്ങളുണ്ട്. ഒരു കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് 2 or more ഡിപ്പെൻഡൻറ്റ് ക്ലോസസ് ആൻഡ് 1 or more സബോർഡിനേറ്റ് ക്ലോസസ്. 2 അതിലധികമോ ഇൻഡിപെൻഡൻറ്റ് ക്ലോസസും ഉണ്ടാകും. അത് കൂടാതെ
ആൻഡ് വൺ ഓർ മോർ സബോർഡിനേറ്റ് ക്ലോസ്. ഒരു സബോർഡിനേറ്റ് അല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്ന് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കും. സോ യു ക്യാൻ സി കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസിലേക്ക് കിടക്കുമ്പോൾ ഓൾദോ ദ ഗവൺമെൻറ് ഈസ്, ബിക്കോസ് already we have created a compound sentence by using this although, അതിവിടെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്. although the government is addressing the issue of pollution, it is still a serious problem in cosmopolitan areas and affects people health. സോ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ പറഞ്ഞ രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളുണ്ടെന്ന് പറഞ്ഞാൽ ആ രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളാണ് ഈ പറഞ്ഞ ഓൾദോ ദ ഗവൺമെൻറ് ഈസ് അഡ്രസ്സിംഗ് ദ ഇഷ്യൂ ഓഫ് പൊല്യൂഷൻ. ദ നെക്സ്റ്റ് ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസ് ഈസ് ഇറ്റ് ഈസ് സ്റ്റിൽ എ സീരിയസ് പ്രോബ്ലം ഇൻ കോസ്മോപോളിറ്റൻ ഏരിയാസ്. അതോടൊപ്പം തന്നെ ഒരു സബോർഡിനേറ്റ് ക്ലോസ് കൂടി വന്നു, അതാണ് ഇറ്റ് ആൻഡ് അഫക്ട്സ് പീപ്പിൾസ് ഹെൽത്ത് അല്ലെങ്കിൽ ജനങ്ങളുടെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു അഡീഷണൽ ക്ലോസ് കൂടി നമ്മളോട് ചേർത്തു. അവിടെയും നമ്മൾ എന്ത് ഉപയോഗിച്ചു? ആൻഡ് എന്ന് പറയുന്ന കോർഡിനേറ്റിംഗ് കണ്ടീഷൻ ഉപയോഗിച്ച്, ആൻഡ് അഫക്ട്സ് എന്ന് പറയുന്ന കോർഡിനേറ്റിംഗ് കണ്ടീഷൻ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്ത് ആ സെൻറ്റൻസുകളെ നമ്മൾ ഒരുമിച്ച് ചേർക്കാനായിട്ട് ശ്രമിച്ചത്. സോ അങ്ങനെ ഒരുമിച്ച് ചേർക്കാൻ ശ്രമിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് നമുക്കിവിടെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളിവിടെ ഓൾദോയുടെ പൊസിഷൻ എന്ന് പറയുന്നത് സബോർഡിനേറ്റിംഗ് കണ്ടീഷനാണ്, എക്സ്പ്രസിംഗ് കൺസെഷനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. ആൻഡ് കണ്ടീഷൻ വിത്ത് ജോയിൻസ് ടു ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ്, രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളെ ജോയിൻറ്റ് ചെയ്യാനായിട്ടുള്ളൊരു എന്താ പറയുന്നത് ഒരു കൺജഷൻ അതിൻ്റെ പ്ലേസിൽ നമ്മൾ എന്ത് ഉപയോഗിച്ചു? ആൻഡും ഉപയോഗിച്ചു. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഇവിടെ വന്നു. ഓൾദോ ദ ഗവൺമെൻറ് ഈസ് അഡ്രസ്സിംഗ് ദ ഇഷ്യൂ ഓഫ് പൊല്യൂഷൻ എന്ന് പറയുന്ന ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് വന്നു. അതോടൊപ്പം തന്നെ ഇറ്റ് ഈസ് സ്റ്റിൽ എ സീരിയസ് ഇഷ്യൂ എന്ന കോസ്മോപോളിറ്റൻ ഏരിയാസ് എന്ന് പറയുന്ന ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് വന്നു. അതോടൊപ്പം തന്നെ ഇറ്റ് അഫക്ട്സ് പീപ്പിൾസ് ഹെൽത്ത് എന്ന് പറയുന്ന സബോർഡിനേറ്റഡ് ക്ലോസും കൂടി ഉപയോഗിച്ച് നമുക്കൊരു കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് ഉപയോഗിച്ചു. സോ ഹിയർ കംസ് എ റൂൾ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 or more independent clauses and 1 more subordinate clauses, അല്ലെങ്കിൽ 1 or more എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സബോർഡിനേറ്റ് ക്ലോസ് ഒന്നല്ല, ഒന്നിൽ കൂടുതൽ വേണമെങ്കിലും വരാനുള്ള ചാൻസ് ഉണ്ട്. സെൻറ്റൻസുകളുടെ അഡീഷണൽ ഐഡിയാസ് നമുക്ക് എത്ര വേണമെങ്കിലും റിലേറ്റഡ് ആയിട്ട് ഇതിൽ കൊണ്ടുപോകാൻ സാധിക്കും. ആൻഡ് ബട്ട് നോർ യെറ്റ് എല്ലാം ഉപയോഗിച്ച് നമുക്ക് മുമ്പോട്ട് സെൻറ്റൻസിനെ എത്ര വേണം ലെങ്തി ആക്കി കൊണ്ടുപോകാൻ സാധിക്കും. സോ എത്രത്തോളം ലെങ്തി ആകുന്നോ അത്രത്തോളം അതിൻ്റെ സെൻറ്റൻസിൻ്റെ കോംപ്ലക്സിറ്റി കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഫൈൻ. സോ ലെറ്റ്സ് റിവൈൻഡ് ഇറ്റ് അഗെയിൻ. ഒന്നുകൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ദ ഡീറ്റെയിൽസ്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്. സോ ദ ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ സെൻറ്റൻസ്. നമ്മൾ പറഞ്ഞു സിമ്പിൾ സെൻറ്റൻസ് പറയുന്ന പൊല്യൂഷൻ ഈസ് എ സീരിയസ് പ്രോബ്ലം ഇൻ കോസ്മോപോളിറ്റൻ ഏരിയാസ് എന്ന് പറഞ്ഞു. അവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു, ഒരു വെർബ് ഉണ്ടായിരുന്നു, ഒരു സിമ്പിൾ സെൻറ്റൻസ് മാത്രമാണ്. അതിനെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് കൂടി വിളിക്കാറുണ്ട്. ദ സെക്കൻഡ് വൺ ഈസ് കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറഞ്ഞു. കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ കൺസിസ്റ്റ് ഓഫ് ടു ഓർ മോർ സിമ്പിൾ സെൻറ്റൻസ് ആൻഡ് എ കൺജങ്ഷൻ. ഒരു രണ്ടോ അതിലധികമോ സിമ്പിൾ സെൻറ്റൻസ് ഉണ്ടാകും, അതിലൊരു കൺജങ്ഷനും ഉണ്ടാകും. സോ രണ്ട് സിമ്പിൾ സെൻറ്റൻസുകളായിരുന്നു. പൊല്യൂഷൻ ഈസ് എ സീരിയസ് പ്രോബ്ലം ഇൻ കോസ്മോപോളിറ്റൻ ഏരിയാസ്. അതോടൊപ്പം തന്നെ ദ ഗവൺമെൻറ് ഈസ് അഡ്രസ്സിംഗ് ദ ഇഷ്യൂ. അങ്ങനെ പറഞ്ഞ രണ്ട് കോമ്പൗണ്ട് സെൻറ്റൻസ് രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളെ നമ്മൾ എന്തിലേക്ക് മാറ്റി? കോമ്പൗണ്ട് സെൻറ്റൻസിലേക്ക് മാറ്റിയപ്പോൾ നമ്മൾ ബട്ട് എന്ന് പറയുന്ന കോർഡിനേറ്റിംഗ് കൺജഷൻ ഉപയോഗിച്ച്, അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കോർഡിനേറ്റിംഗ് കൺജഷൻസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? നമ്മളതിനെ ഒരു കോമ്പൗണ്ട് സെൻറ്റൻസ് ഉണ്ടാക്കി. സോ യു ക്യാൻ യൂസ് ദിസ് ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ബട്ടിൻ്റെ സ്ഥാനത്ത് ആൻഡ് ചേർത്താൽ എന്ത് ചെയ്യും? അഡീഷണൽ ക്ലോസ് ആവും. ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നു, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സീരിയസ് ഒരു പ്രോബ്ലമാണ്, അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ചെയ്യുന്നുമുണ്ട്, അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് ഇഷ്യൂ അഡ്രസ്സ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യവും ഉപയോഗിക്കാം. സോ കോർഡിനേറ്റിംഗ് കണ്ടീഷൻസ് ഉപയോഗിക്കുമ്പോൾ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ടു എ കോമ്പൗണ്ട് സെൻറ്റൻസ്. ഓക്കെ, ഫൈൻ. സോ ദ നെക്സ്റ്റ് വൺ ഈസ് കോംപ്ലക്സ് സെൻറ്റൻസസ്. നമ്മൾ പറഞ്ഞു കോംപ്ലക്സ് സെൻറ്റൻസ് ഓൾദോ എന്ന് പറയുന്നൊരു കൺസെഷൻ ഉപയോഗിച്ച് ദ ഗവൺമെൻറ് ഈസ് അഡ്രസ്സിംഗ് ദി ഇഷ്യൂ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് സ്റ്റിൽ എ സീരിയസ് പ്രോബ്ലം ഇൻ കോസ്മോപോളിറ്റൻ ഏരിയാസ്. കോസ്മോപോളിറ്റൻ ഏരിയാസിലെ ഒരു സീരിയസ് ഇഷ്യൂ ആണെന്ന് കൂടി നമ്മളിവിടെ പറഞ്ഞു വെച്ചു. ഓൾദോ സബോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്? സബോർഡിനേറ്റിംഗ് കണ്ടീഷനാണ്, എക്സ്പ്രസിംഗ് കൺസെഷൻ. ആ കൺസെഷൻ ഉപയോഗിക്കാണ്ട് എന്ത് ചെയ്തു? നമ്മൾ ഓൾദോ അവിടെ യൂസ് ചെയ്തു. ദിസ് ഇസ് എ കോംപ്ലക്സ് സെൻറ്റൻസ്. And next compound complex sentence is next one is compound complex sentence. A compound complex consists of 2 or more independent, രണ്ടോ അതിലധികമോ ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനുള്ള സാധ്യതയുണ്ട്. ആൻഡ് one or more subordinate clause, രണ്ടോ അതിലധികം ഇൻഡിപെൻഡൻറ്റ് ക്ലോസും ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസും വന്നു. ഓൾദോ ദ ഗവൺമെൻറ് ഈസ് അഡ്രസ്സിംഗ് ദി ഇഷ്യൂ ഓഫ് പൊല്യൂഷൻ, ഇറ്റ് ഈസ് സ്റ്റിൽ എ സീരിയസ് പ്രോബ്ലം ഇൻ കോസ്മോപോളിറ്റൻ ഏരിയാസ് ആൻഡ് അഫക്ട്സ് ദ പീപ്പിൾസ് ഹെൽത്ത് എന്ന് പറഞ്ഞു. സോ നമ്മളതിനെ ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും സീരിയസ് ഇഷ്യൂ ആണ്, പൊല്യൂഷൻ സീരിയസ് ഇഷ്യൂ ആണെന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അവിടെ ചെയ്തി. അതോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് സബോർഡിനേറ്റ് ക്ലോസ് ഉപയോഗിച്ച് ഏതാണ്? ഇറ്റ് അഫക്ട്സ് പീപ്പിൾസ് ഹെൽത്ത്, അതായത് ജനങ്ങളുടെ ഹെൽത്തിനെ ബാധിക്കുന്നു എന്ന് പറയുന്നൊരു അഡീഷണൽ ക്ലോസ് കൂടി നമ്മളോട് ഉപയോഗിച്ചു. ദിസ് ഇസ് കോൾഡ് കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസസ്. സോ ഈ മൂന്ന് സെൻറ്റൻസുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ നമ്മളൊരു റൈറ്റിങ്ങിലേക്ക് പോകുമ്പോൾ എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല? ഒരു കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് എഴുതാൻ സാധിക്കത്തില്ല. പ്ലീസ് ബി വെരി കെയർഫുൾ. ശ്രദ്ധിക്കുക, ഒരു സിമ്പിൾ സെൻറ്റൻസ് കൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ഒന്നും തന്നെ ഉണ്ടാകാൻ പോകുന്നില്ല. വെൻ വി റൈറ്റ്, ഇമാജിൻ ദാറ്റ് യു ആർ റൈറ്റിംഗ് എ സിമ്പിൾ സെൻറ്റൻസ്, അവിടെ അത്രത്തോളം നിങ്ങളുടെ പ്രൊഫഷ്യൻസി
ഡെലിവർ ചെയ്യാൻ സാധിക്കാതെ വരികയും സ്കോറിനെ അത് അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. സോ കോമ്പൗണ്ട് സെൻറ്റൻസ് ഈസ് ഓക്കെ. നിങ്ങൾ സിമ്പിൾ സെൻറ്റൻസ് അവോയ്ഡ് ചെയ്യുക എന്നാണ് എൻ്റെ ഒരു അഡ്വൈസ്. എപ്പോഴും ഒരു കോമ്പൗണ്ട് സെൻറ്റൻസിൽ മിനിമം ഒരു കോമ്പൗണ്ട് സെൻറ്റൻസിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മിനിമം ഒരു കോമ്പൗണ്ട് സെൻറ്റൻസ് എഴുതി തുടങ്ങുക. അതിനുശേഷം ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് ഇടയ്ക്ക് യൂസ് ചെയ്യുക. പിന്നീട് നിങ്ങളുടെ റൈറ്റിംഗ് ടാസ്ക് 2ൻ്റെ ബോഡി പാരഗ്രാഫിൽ ഒരു കോമ്പൗണ്ട് സെൻറ്റൻസ് എങ്കിലും എഴുതാൻ ശ്രമിക്കുക. നോ നീഡ് ടു ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് നിങ്ങൾ എഴുതുക. നിങ്ങൾ അതിന് അഡീഷണൽ ആയിട്ട് പിന്നെ ഒരു കോംപ്ലക്സോ സെൻറ്റൻസോ അല്ലെങ്കിൽ കോമ്പൗണ്ട് സെൻറ്റൻസോ എഴുതണ്ട. ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് എങ്കിലും മിനിമം നിങ്ങളുടെ റൈറ്റിങ്ങിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അങ്ങനെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യുവർ സ്കോർ വിൽ ഇംപ്രൂവ്. അതുകൊണ്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് സ്ട്രക്ചർ എഴുതാൻ സാധിക്കുന്ന ഒരാളെന്ന് പറയുന്നത് അത്യാവശ്യം പ്രൊഫഷ്യൻ്റ് ആണ് എന്നുള്ള ഒരു ഐഡിയ എക്സാമിനർക്ക് കിട്ടുകയും ദാറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി കോൺട്രിബ്യൂട്ട് ടു യുവർ സ്കോർ. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എപ്പോഴും റൈറ്റിംഗ് ടാസ്ക് 2-ൽ ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് എഴുതുന്നതിനെക്കുറിച്ച് നിങ്ങൾ സീരിയസ് ആയിട്ട് ചിന്തിക്കുക. പ്രാക്ടീസ് ഇറ്റ്. ഓക്കെ. So we are moving to a practice session. നമ്മളൊരു പ്രാക്ടീസ് സെഷനിലേക്ക് പോകണം. സോ അതിന് മുമ്പ് ഒരു കുറച്ച് ഐഡിയാസ് ഉണ്ട്. കണക്റ്റിംഗ് യുവർ ഐഡിയാസ് വിത്തിൻ സെൻറ്റൻസസ് shows how the meanings of the clauses are related. For example, they may be contrasting ideas, providing a reason, ആഡിങ് അനദർ എക്സാമ്പിൾ ഓഫ് കോഴ്സ്. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞ കാര്യം അത് ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കണക്റ്റിംഗ് രണ്ട് ഐഡിയാസിനെ കണക്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു റിലേറ്റഡ് ക്ലോസ് അല്ലെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ആക്ഷൻ അല്ലെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ഐഡിയ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് കാണിക്കാനായിട്ടായിരിക്കും എപ്പോഴും എന്ത് ചെയ്യുന്നത് നമ്മൾ അല്ലെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ആക്സിഡൻറ്റ് നടന്നു. ആക്സിഡൻറ്റിന് ശേഷം ആക്സിഡൻ്റ് ഉള്ള ആളുടെ he's injured എന്ന് പറയുന്ന കാര്യം ആക്സിഡൻറ്റ് ഹാപ്പൻ ആൻഡ് ദ റൈഡർ ഗെറ്റ് ഇൻജുവേർഡ് എന്ന് പറയുന്ന കാര്യത്തെ നമ്മളതിനെ എന്ത് ചെയ്യണം, നമ്മളതിനെ ഒരുമിച്ച് ഉപയോഗിച്ചപ്പോൾ രണ്ട് ക്ലോസുകൾ ഒരുമിച്ച് ചേർത്താൻ സാധിച്ചു. അപ്പം അതിൻ്റെ ഒരു റിലേറ്റഡ് ആയിട്ട് ആക്സിഡൻറ്റ് നടന്നു എന്ന് പറയുന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് അയാൾ ഇൻജുവേർഡ് ആയെന്ന് പറഞ്ഞ രണ്ട് കാര്യത്തെ നമ്മൾ ഒരുമിച്ച് അവിടെ ചേർത്ത് പറഞ്ഞു. ദാറ്റ് ഈസ് അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് രണ്ട് സെൻറ്റൻസുകൾക്ക് പകരം നമ്മൾ ഒരു സെൻറ്റൻസ് അവിടെ ആകുകയാണ്, ഇതൊരു കോമ്പൗണ്ട് സെൻറ്റൻസ് ആയി മാറുകയാണ്. പിന്നെ യൂസിങ് എ വെറൈറ്റി ഓഫ് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് ടു എക്സ്പ്രസ് ദീസ് കൈൻഡ്സ് ഓഫ് മീനിങ്സ് പ്രൊവൈഡ്സ് an indication of the grammatical range of your language skills and is a criterion by which your writing is assessed. നമ്മൾ പറഞ്ഞ പോലെ തന്നെ വളരെ നിങ്ങളുടെ ഗ്രാമാറ്റിക്കൽ റേഞ്ച് ആൻഡ് ആക്യുറസി എന്ന് പറയുന്ന ഒരു ഇവാലുവേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഡിപ്പെൻഡഡ് ഓൺ ദിസ് പർട്ടിക്കുലർ കോമ്പൗണ്ട്സ് ആൻഡ് കോംപ്ലക്സ് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ്. ഇത്തരം കാര്യങ്ങൾ എഴുതുമ്പോൾ അതാണ് നിങ്ങളുടെ ഗ്രാമാറ്റിക്കൽ റേഞ്ച് ആൻഡ് ആക്യുറസി എന്ന് പറയുന്ന ക്രൈറ്റീരിയയിൽ എക്സാമിനേഴ്സ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. സോ ഒരു റൈറ്റിംഗ് ടാസ്ക് 2ൻ്റെ ഒരു ക്വസ്റ്റൻ ഉണ്ട്. നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഹിയർ ഇസ് എ റൈറ്റിംഗ് ടാസ്ക് 2 ക്വസ്റ്റൻ ആൻഡ് എ സാമ്പിൾ ബോഡി പാരഗ്രാഫ് വിച്ച് റെസ്പോണ്ട് ഇൻ പാർട്ട് ടു ദ ക്വസ്റ്റൻ. Society's responsibility towards the environment today is reflected in the measures taken in disposing of waste through recycling. One more time, society's responsibility towards the environment. അതായത് ഒരു നമ്മളുടെ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മളുടെ ഒരു മാൻകൈൻഡിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്തിനാണ്, എൻവയോൺമെൻറ്റ് നമ്മുടെ പ്രകൃതിയോടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ദ മെഷേഴ്സ് ടേക്കൺ ഇൻ ഡിസ്പോസിങ് ദ വേസ്റ്റ് ത്രൂ റീസൈക്ലിംഗ്. നമ്മൾ എങ്ങനെയാണോ റീസൈക്ലിങ്ങിലൂടെ നമ്മളുടെ വേസ്റ്റിനെ ഡിസ്പോസ് ചെയ്യുന്നത് അതാണ് എന്തെന്ന് പറയുന്നത്. അതിലൂടെയാണ് നമ്മളുടെ സൊസൈറ്റി നമ്മൾ സൊസൈറ്റി എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ നേച്ചറിനോടുള്ള നമ്മളുടെ റെസ്പോൺസിബിലിറ്റി കാണിക്കേണ്ടത് എന്നാണ് ഈ സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ നേച്ചറിനോടുള്ള റെസ്പോൺസിബിലിറ്റി നമ്മൾ കാണിക്കേണ്ടത് ഒരു രീതിയിലല്ല, ഏത് രീതിയിലാണ്. സോ നമ്മൾ വി ഹാവ് ടു ഡിസ്പോസ് ദ വേസ്റ്റ്, വി ഹാവ് ടു റീസൈക്കിൾ ദ വേസ്റ്റ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ടു വാട്ട് എക്സ്റ്റെൻറ്റ് ഡു യു എഗ്രി ഓർ ഡിസഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെൻറ്റ്. സോ ദേ ആർ ആസ്കിങ് ഹൗ മച്ച് ഡു യു എഗ്രി, നിങ്ങൾ ഇതിനോട് എത്രത്തോളം യോജിക്കുന്നു അല്ലെങ്കിൽ വിയോജിക്കുന്നു എന്നൊരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ എത്രത്തോളം വിയോജിക്കുന്നു അല്ലെങ്കിൽ വിയോജിക്കുന്നു. സൊസൈറ്റിയോടുള്ള റെസ്പോൺസിബിലിറ്റി നമ്മൾ കാണിക്കേണ്ടത് എങ്ങനെയാണ്, ബൈ ഡിസ്പോസിങ് ദ വേസ്റ്റ്. ഇതാണ് നമ്മുടെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത്. സൊസൈറ്റിയോടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നതാണ് അതിൻ്റെ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ അഡീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഡിസ്പോസിങ് ഓഫ് വേസ്റ്റ് ആണ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടു വാട്ട് എക്സ്റ്റെൻറ്റ് ഡു യു എഗ്രി ഓർ ഡിസഗ്രി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഹിയർ യു ക്യാൻ സീ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ എസ്സേ പാരഗ്രാഫിലെ എസ്സേയുടെ ബോഡി പാരഗ്രാഫിലേക്ക് വരുമ്പോൾ, സോ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് ഫസ്റ്റ് ബോഡി പാരഗ്രാഫിലേക്ക് വരുമ്പോൾ, ദ ബോഡി പാരഗ്രാഫ് ബിലോ പ്രസൻസ് ഒപ്പോസിംഗ് ആർഗ്യുമെൻറ്റ്സ് to the topic that society's responsibility towards the environment is reflected in the measures taken in disposing of waste through recycling. ഈ ഒരു പാരഗ്രാഫിലേക്ക് ഓൺ ദി അതർ ഹാൻഡ് ആണ് ഇവിടെ ടു ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് അവർ എഗ്രി ചെയ്തിരിക്കുകയാണ്. രണ്ടും അങ്ങനെയല്ല, അല്ലെങ്കിൽ ഒരു പരിധി വരെ എന്താണ് ചെയ്യുന്നത്, നമുക്ക് റീസൈക്ലിങ്ങിലൂടെ സൊസൈറ്റിയിലൂടെ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനോടുള്ള നമ്മുടെ റെസ്പോൺസിബിലിറ്റി കാണിക്കാം അല്ലെങ്കിൽ അത് എക്സ്പ്ലിസിറ്റ് ചെയ്യാം എന്നൊരു കാര്യം അവർ പറയുന്നുണ്ടെങ്കിൽ പോലും അതിനോടൊപ്പം അവർ എന്തുകൂടി പറയുന്നുണ്ട്, മറ്റു ചില മെഷേഴ്സ് കൂടി നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. അതിലൂടെ മാത്രമല്ല കാണിക്കേണ്ടത്, ദർ ആർ ലോട്ട്സ് ഓഫ് അതർ മെഷേഴ്സ് എന്ന് കൂടി നമ്മൾ പറയുന്നുണ്ട്. ചിലപ്പോൾ അത് അഫോറസ്റ്റേഷൻ ആകാം, അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കാനുള്ളതാകാം,
ചെയ്യുന്നതാകാം, അതോടൊപ്പം തന്നെ അതർ ടൈപ്സ് ഓഫ് പൊല്യൂഷൻസ് റെഡ്യൂസ് ചെയ്യുന്നതായിരിക്കാം, അവയർനെസ് പ്രോഗ്രാംസ് അറിയാം, അങ്ങനെ പല മെഷേഴ്സ് ഉണ്ട് എന്നൊരു കാര്യം കൂടി അവരോട് പറയുന്നുണ്ട്. സോ അത് തന്നെയല്ല, അല്ലെങ്കിൽ ഏറ്റവും നല്ല വഴി, അല്ലെങ്കിൽ നമ്മൾ സൊസൈറ്റിയോ അല്ലെങ്കിൽ സൊസൈറ്റി എന്ന് പറയുന്ന എൻവയോൺമെൻറ്റിനോടുള്ള റെസ്പോൺസിബിലിറ്റി കാണിക്കേണ്ടത് അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കേണ്ടത് വേസ്റ്റ് ഡിസ്പോസലിലൂടെ മാത്രമല്ല മറ്റ് ചില മെഷേഴ്സ് ഉണ്ട് എന്നാണ് ഇവിടെ ഈ പാരഗ്രാഫിൽ പറയുന്നത്. ബോഡി പാരഗ്രാഫ് ബിലോ റെപ്രസെൻറ്റ്സ് ഓപ്പോസിംഗ് ആർഗ്യുമെൻറ്റ്സ് ടു ദ ടോപ്പിക് ദാറ്റ് സൊസൈറ്റീസ് റെസ്പോൺസിബിലിറ്റി ടുവാർഡ്സ് ദ എൻവയോൺമെൻറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ദ മെഷേഴ്സ് ടേക്കൺ ഇൻ ഡിസ്പോസിംഗ് ഓഫ് വേസ്റ്റ് ത്രൂ റീസൈക്ലിംഗ്. റീസൈക്ലിങ്ങിനോടല്ല അല്ലെങ്കിൽ അതിലൂടെ മാത്രമല്ല എന്നതായിട്ട് പറയുന്നത്. യു ക്യാൻ സി ഓൺ ദി വൺ ഹാൻഡ് ഇറ്റ്സ് എ കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെൻറ്റ്. സം മാനുഫാക്ചറേഴ്സ് കണ്ടിന്യൂ ടു ഇഗ്നോർ ദി ഇമ്പാക്ട് ദാറ്റ് ദ ടൺസ് ഓഫ് വേസ്റ്റ് ജനറേറ്റഡ് ബൈ their goods has on the environment. Two of the most obvious, അതായത് പല മാനുഫാക്ചറേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്, ഇഗ്നോർ ചെയ്യുന്നു, മറന്നു പോവുകയാണ്. എങ്ങനെ? ദാറ്റ് ദ ടൺസ് ഓഫ് വേസ്റ്റ് ജനറേറ്റഡ് ബൈ ദെയർ ഗുഡ്സ് ഹാസ് ഓൺ ദി എൻവയോൺമെൻറ്റ്. അവർ ജനറേറ്റ് ചെയ്യുന്ന ടൺസ് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വേസ്റ്റ് അല്ലെങ്കിൽ അവരൊരു ബൈ പ്രോഡക്റ്റ് ആയിട്ടുണ്ടാകുന്ന വേസ്റ്റ് എങ്ങനെയാണ് സൊസൈറ്റിയെ അഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യം പല മാനുഫാക്ചറേഴ്സും ഇന്ന് പറയുന്നത്. ദേ ആർ നോട്ട് അറ്റ് ഓൾ അവെയർ അബൌട്ട് ദാറ്റ്. യെസ്, ദേ ആർ അവെയർ അബൌട്ട് ദാറ്റ്, ബട്ട് ദേ ആർ പേർപ്പസ്ഫുള്ളി ഇഗ്നോറിങ് ഇറ്റ് എന്നുള്ളൊരു കാര്യമാണ് അവിടെ പറയുന്നത്. ടു ഓഫ് ദ മോസ്റ്റ് ഒബ്വിയസ് സോഴ്സസ് ആർ ഡിസ്കാർഡഡ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇലക്ട്രോണിക് ഡിവൈസസ്. പ്രധാനപ്പെട്ട രണ്ട് സോഴ്സസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഡിസ്കാർഡഡ് കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഉപയോഗശൂന്യമായിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇലക്ട്രോണിക് ഡിവൈസസ് അല്ലെങ്കിൽ ഈ വേസ്റ്റിനെയാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ മറ്റുള്ള പൊല്യൂഷൻ അല്ലെങ്കിൽ പൊല്യൂഷന് കാരണമാകുന്ന മറ്റ് വേസ്റ്റുകൾ പോലെ തന്നെ ഇന്നത്തെ പ്രസൻറ്റ് സിനാരിയോയിൽ ഏറ്റവും കൂടുതൽ ഒരു കൺസേൺ ആണ്, ഏറ്റവും കൂടുതൽ ഒരു കൺസേൺ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോണിക് ഡിവൈസസ് അല്ലെങ്കിൽ ഈ വേസ്റ്റ് എന്ന് പറയുന്നത്. ദ കമ്പോണൻറ്റ് പാർട്സ് ഓഫ് ദീസ് കൈൻഡ്സ് ഓഫ് പ്രോഡക്ട്സ് കനോട്ട് ബി റീയൂസ്ഡ് ഓർ നോർ റീസൈക്കിൾഡ് ആൻഡ് ഡു നോട്ട് ബ്രേക്ക് ഡൗൺ ഇൻ ലാൻഡ്ഫിൽ ടിപ്സ് വെയർ ദേ ആർ ഡംപ്ഡ്. സോ ഒരിക്കലും നമുക്ക് ഈ കമ്പോണൻസിനെ എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, റീസൈക്കിൾ ചെയ്യാൻ സാധിക്കും, മീൻസ് റീയൂസ് ചെയ്യാൻ സാധിക്കത്തില്ല ആൻഡ് റീസൈക്കിൾ ചെയ്യാൻ സാധിക്കത്തില്ല. അതോടൊപ്പം തന്നെ ബ്രേക്ക് ഡൗൺ ഇൻ ലാൻഡ് ഫിൽ ടിപ്സ് വെയർ ദേ ആർ ഡംപ്ഡ്. അവിടെ തന്നെ ഇതൊരിക്കലും എന്ത് ചെയ്യത്തില്ല, നശിപ്പിച്ച് കളയാനും സാധിക്കത്തില്ല. ഇലക്ട്രോണിക് വേസ്റ്റ് ആണ്, ഇറ്റ്സ് നോട്ട് ബയോഡിഗ്രേഡബിൾ എന്ന് നമുക്കറിയാം. അല്ലാതെ പ്ലാസ്റ്റിക് ആയിരിക്കും അല്ലെങ്കിൽ അതർ മെറ്റീരിയൽസ് ആയിരിക്കും, അതൊരിക്കലും ബയോഡിഗ്രേഡബിൾ അല്ല എന്നുള്ള കാര്യം നമുക്കവിടെ പറയാൻ സാധിക്കും. അനദർ മേജർ വേസ്റ്റ് പ്രോബ്ലം ഈസ് പാക്കേജിങ്. അടുത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പാക്കേജിംഗ് ആണ്. ദ ഷെൽഫ്സ് ഓഫ് സൂപ്പർ മാർക്കറ്റ്സ് ആർ ഫുൾ ഓഫ് ഐറ്റംസ് വിച്ച് ആർ എക്സസീവ്ലി പാക്ഡ്. നമുക്കറിയാം സൂപ്പർ മാർക്കറ്റ്സിലുള്ള ഷെൽഫ്സിലിരിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ എക്സസീവ്ലി പാക്ഡ്, നല്ല രീതിയിൽ തന്നെ വളരെ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ പാക്കേജസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. Though the contents of these products need to be preserved, protected and secured, triple wrapping is അൺജസ്റ്റിഫയബിൾ ആൻഡ് വേസ്റ്റ്ഫുൾ. സോ അതായത് ഇത്തരത്തിലുള്ള പാക്കറ്റിലുള്ള കണ്ടൻസ് എന്ത് ചെയ്യണം, പ്രിസേർവ്ഡ് ആയിരിക്കും. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഫ്രോസൺ മീറ്റ് അല്ലെങ്കിൽ ഫ്രോസൺ ഫുഡ് പ്രോഡക്ട്സ്, ഇതെല്ലാം എന്താണ് പറയുന്നത്, അത് പ്രൊട്ടക്റ്റ് ചെയ്യാനും ആൻഡ് സെക്യൂർഡ് ആയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനും എന്തുപയോഗിക്കുന്നത്, ട്രിപ്പിൾ റാപ്പിംഗ് ഈസ് അൺജസ്റ്റിഫയബിൾ ആൻഡ് വേസ്റ്റ്ഫുൾ എന്നാണ് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ പ്രോഡക്ട്സ് എന്താണ്, ട്രിപ്പിൾ റാപ്പിംഗ് അല്ലെങ്കിൽ 2-3 ലെയർ ഉപയോഗിച്ച് അവരെന്ത് ചെയ്യും, റാപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് അൺജസ്റ്റിഫൈഡ്, നമുക്കൊരിക്കലും അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കത്തില്ല. ആൻഡ് വേസ്റ്റ്ഫുൾ, അതൊരു വേസ്റ്റ് ഓഫ് പ്രോഡക്റ്റാണ്. ആ പ്ലാസ്റ്റിക്കും അതോടൊപ്പം തന്നെ അതിൻ്റെ അത് വളരെ പൊല്യൂഷന് വേണ്ടിയിട്ട് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഒരു സെക്കൻഡ് ബോഡി പാരഗ്രാഫ് വരുന്നത്. സോ 1, 2, 3, 4, 5, 6 6 സെൻറ്റൻസുകളാണ് നമ്മുടെ ഈ ബോഡി പാരഗ്രാഫിൽ വന്നിരിക്കുന്നത്. സോ നമ്മൾ ഈ 6 സെൻറ്റൻസുകളെ നമ്മളൊന്ന് സ്ക്രൂട്ടനി ചെയ്യാൻ പോകണം. എങ്ങനെയാണ് ഇതൊരു ഏത് ടൈപ്പ് ഓഫ് സെൻറ്റൻസസ് ആണ് ഇതെല്ലാം, എങ്ങനെയാണ് ഈ സെൻറ്റൻസുകൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ മെത്തേഡ്സിലാണ്, അല്ലെങ്കിൽ ആ സെൻറ്റൻസുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്ലോസുകൾ ഏതൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫൈൻ. സോ ദ ഫസ്റ്റ് സെൻറ്റൻസ് ഈസ്, ദിസ് ഇസ് ദ ടോപ്പിക് സെൻറ്റൻസ് ഓഫ് ദ പാരഗ്രാഫ്. അതായത് നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ അല്ലെങ്കിൽ ഒരു ടോപ്പിക് സെൻറ്റൻസ് ആണ്. ഓൺ ദി വൺ ഹാൻഡ് സം മാനുഫാക്ചറേഴ്സ് കണ്ടിന്യൂ ടു ഇഗ്നോർ ദ ഇമ്പാക്ട് ദാറ്റ് ദ ടൺസ് ഓഫ് വേസ്റ്റ് ജനറേറ്റഡ് ബൈ ദെയർ ഗുഡ്സ് ഹാസ് ഓൺ ദി എൻവയോൺമെൻറ്റ്. നമ്മുടെ എൻവയോൺമെൻറ്റിലേക്ക് എത്രത്തോളം ഇവരുടെ അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ മാനുഫാക്ചറേഴ്സ് അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന വേസ്റ്റ് എങ്ങനെ, ഹൗ ഇറ്റ് ഈസ് അഫക്റ്റിംഗ് അവർ എൻവയോൺമെൻറ്റ് ആൻഡ് ദേ ആർ പർപ്പസ്ഫുള്ളി ഡിനൈങ് ഇറ്റ് എന്നൊരു കാര്യം ഇവിടെ പറയുകയാണ്. സോ ഒരു ടോപ്പിക് സെൻറ്റൻസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഹിയർ യു ക്യാൻ സീ ഇതൊരു കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. എന്തുകൊണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് ആയെന്ന് ചോദിച്ചാൽ, സോ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഉണ്ട്, ഒരു സബോർഡിനേറ്റ് ക്ലോസും ഉണ്ട്. സോ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയുന്നത് എന്താണ്, സം മാനുഫാക്ചറേഴ്സ് കണ്ടിന്യൂ ടു ഇഗ്നോർ ദ ഇമ്പാക്റ്റ്. പല മാനുഫാക്ചേഴ്സും എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ ടു ഇഗ്നോർ ദ ഇമ്പാക്റ്റ്. ആ ഇമ്പാക്റ്റിനെ മറക്കുന്നത് കണ്ടിന്യൂ ചെയ്തു. ഫോർ എ ലോങ് ടൈം ദേ ആർ ഇഗ്നോറിങ് ഇറ്റ്. അതായത് അവരുണ്ടാക്കുന്ന വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ നേച്ചറിനെ നശിപ്പിക്കുന്നു എന്നുള്ള കാര്യം അവർ കണ്ടിന്യൂസ് ആയിട്ട് മറക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. ഫോർ എ ലോങ് ടൈം അവർ ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ സബോർഡിനേറ്റ് ക്ലോസ് ആണ്,
that the tons of waste generated by their goods has on the environment. അതായത് എങ്ങനെയാണ് ഈ ഒരു അതിൻ്റെ റിലേറ്റഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞൊരു എഫക്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റിനെ ഈ ടൺസ് ഓഫ് വേസ്റ്റ് അല്ലെങ്കിൽ ഈ ആയിരക്കണക്കിനുള്ള വേസ്റ്റുകൾ, കിലോ കണക്കിനുള്ള വേസ്റ്റുകൾ എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റി അഫക്റ്റ് ചെയ്യുന്നുള്ളൊരു കാര്യമാണ് എന്ത് ചെയ്യുന്നത് അവർ കുറേ നേരമായിട്ട് അല്ലെങ്കിൽ കുറേ നാളായിട്ട് മനഃപൂർവ്വം മറന്നുകൊണ്ടിരിക്കുന്നത് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ ഇവിടെ ഒരു ദി ഇമ്പാക്റ്റ് വിച്ച് ദാറ്റ് എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ഉപയോഗിച്ചു, അല്ലെങ്കിൽ അത് റിലേറ്റീവ് പ്രോനൗൺ ആണ്. അത് നമ്മൾ രണ്ട് കാര്യങ്ങളെ പറഞ്ഞ രണ്ട് കോൺട്രഡിക്ഷൻ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരുമിച്ച് ചേർക്കാനായിട്ട് ദാറ്റ് എന്ന് പറയുന്ന ഒരു റിലേറ്റീവ് പ്രോനൗൺ അവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ സാധിച്ചു, നമുക്കവിടെ ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് സ്ട്രക്ചറാണ് കിട്ടിയിരിക്കുന്നത്. ഇൻഡിപെൻഡൻറ്റ് ക്ലോസും ഉണ്ട്, സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ട്. ഇറ്റ് ഈസ് ഫോളോയിങ് ദ റൂൾ. അതായത് നമ്മൾ പറഞ്ഞു കോംപ്ലക്സിലേക്ക് വന്നപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഉണ്ടായിരിക്കണം, സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ടായിരിക്കണം. അതിൽ രണ്ട് കാര്യങ്ങളെ അവിടെ ഒരുമിച്ച് ചേർത്ത് ഇവിടെ രണ്ട് ഐഡിയാസിനെ, അതായത് ഗവൺമെൻറ് മാനുഫാക്ചേഴ്സ് മറക്കുന്നു എന്ന കാര്യവും എന്താണ് മറക്കുന്നു എന്നുള്ള കാര്യവും നമ്മളിവിടെ ഒരുമിച്ച് ചേർത്ത് നമുക്കിവിടെ പറയാൻ സാധിച്ചു. സോ ദിസ് ഈസ് ദ ടോപ്പിക് സെൻറ്റൻസ്. അത് നമ്മളിപ്പോൾ നോക്കിയ ആ ബോഡി പാരഗ്രാഫിലെ ടോപ്പിക് സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസിനെയാണ് നമ്മളിവിടെ സ്ക്രൂട്ടിനൈ ചെയ്തത്. ഇവിടെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഉണ്ട്, സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ട്. അതിനെന്ത് ചെയ്തു, നമ്മൾ ഒരു കോംപ്ലക്സ് സെൻറ്റൻസിലേക്ക് മാറ്റിയപ്പോൾ ഓൺ ദി വൺ ഹാൻഡ് സം മാനുഫാക്ചറേഴ്സ് കണ്ടിന്യൂ ടു ഇഗ്നോർ ദി ഇമ്പാക്ട് ദാറ്റ് ദ ടൺസ് ഓഫ് വേസ്റ്റ് ജനറേറ്റഡ് ബൈ ദെയർ ഗുഡ്സ് ഹാസ് ഓൺ ദി എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ്, അതിലോടൊപ്പം തന്നെ ആ പാരഗ്രാഫിൽ കൊടുത്തിരുന്ന നെക്സ്റ്റ് സെൻറ്റൻസ് ആണ് സെൻറ്റൻസ് 2, സെക്കൻഡ് സെൻറ്റൻസ് ആണ്. ഫസ്റ്റ് സപ്പോർട്ടിങ് സെൻറ്റൻസ് പ്രൊവൈഡിങ് ദ സോഴ്സസ് ഓഫ് ദ ഗുഡ്സ്. അതായത് ഇഗ്നോർ ചെയ്യുന്നു എന്ന് പറയുന്നത് മാത്രമല്ല, ഹൗ ദി ആർ ഇഗ്നോറിങ് എന്ന് പറയുന്നൊരു ഐഡിയ കൂടി നമ്മളോട് കൊടുക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇവർ ഇത് ഇഗ്നോർ ചെയ്യുന്നുള്ള കാര്യം. സോ അതിൻ്റെ ഫസ്റ്റ് സപ്പോർട്ടിങ് സെൻറ്റൻസ് ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് സപ്പോർട്ടിങ് സെൻറ്റൻസ് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ള സപ്പോർട്ടിങ് സെൻറ്റൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ സപ്പോർട്ടിങ് സെൻറ്റൻസ് ഇതാണ്: Two of the most obvious sources are discarded computers and electronic devices. The first reason, അതായത് രണ്ട് പ്രധാനപ്പെട്ട ടു ഓഫ് ദ മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഡിസ്കാർഡഡ് കമ്പ്യൂട്ടേഴ്സും ഇലക്ട്രോണിക് ഡിവൈസാണ്. നമ്മൾ ഉപയോഗശൂന്യമായിട്ട് നമ്മൾ വലിച്ചെറിയുന്ന കമ്പ്യൂട്ടേഴ്സും അതോടൊപ്പം തന്നെയുള്ള ഇലക്ട്രോണിക് ഡിവൈസസ്, അല്ലെങ്കിൽ നമുക്ക് ഈ വേസ്റ്റുകൾ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഡിസ്കാർഡ് ചെയ്യുന്ന ഈ വേസ്റ്റുകളുമാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഇപ്പോഴത്തെ അല്ലെങ്കിൽ ഈ ഒരു പൊല്യൂഷൻ്റെ അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളാണ് ആര് ചെയ്യുന്നത്, മാനുഫാക്ചേഴ്സ് മറന്നു പോകുന്നൊരു കാര്യം നമ്മൾ പറയുന്നത്. സോ ഹിയർ യു ക്യാൻ സീ ഇറ്റ്സ് എ സിമ്പിൾ സെൻറ്റൻസ്. സോ ഒരു കോംപ്ലിമെൻ്റ് ആയിട്ടൊരു ഐഡിയ വന്ന് ടു ഓഫ് ദ മോസ്റ്റ് ഒബ്വിയസ് സോഴ്സസ് എന്ന് പറഞ്ഞു. ആൻഡ് വെർബ് ആറാവണ വെർബായിട്ട് യൂസ് ചെയ്തു. ആൻഡ് സബ്ജക്റ്റ് ഡിസ്കാർഡഡ് ദ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇലക്ട്രോണിക് ഡിവൈസസ്. അതിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പൊല്യൂഷന് കാരണമാകുന്നത് എന്ന് പറയുന്ന കാരണം അല്ലെങ്കിൽ അതിൻ്റെ റീസൺ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നതാണ് ഡിസ്കാർഡഡ് കമ്പ്യൂട്ടേഴ്സ്. ഡിസ്കാർഡ് നമ്മൾ ഉപയോഗിച്ചെറിയുന്ന കമ്പ്യൂട്ടേഴ്സും അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് ഡിവൈസസുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നൂടെ പറഞ്ഞു. സോ വെർബിന് ആർന്ന് വെർബ് നമ്മൾ യൂസ് ചെയ്തു. ആൻഡ് ദ ടു ഓഫ് ദ കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ടു ഓഫ് ദ മോസ്റ്റ് ഒബ്വിയസ് സോഴ്സസ്, രണ്ട് പ്രധാനപ്പെട്ട സോഴ്സസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ ടു ഓഫ് ദ മോസ്റ്റ് ഒബ്വിയസ് സോഴ്സസ്, ഇറ്റ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ പൊസിഷൻ ബിക്കോസ് it relates directly to the information in the previous sentence, namely garbage generated by their goods. Discarded computers and electronic devices are the sources and the goods. Discarded computers and electronic devices is now information and new information, which is the subject, comes after the verb in this sentence structure. The old information, which is the two of the most obvious sources, comes first. അതായത് രണ്ട് ഇൻഫർമേഷൻ ഉണ്ട്. അതായത് ഒരു പഴയ ഇൻഫർമേഷൻ ഉണ്ട്, പുതിയ ഇൻഫർമേഷൻ. അതിൽ പഴയ ഇൻഫർമേഷനാണ് എന്തെന്ന് പറയുന്നത്, ടു ഓഫ് ദ മോസ്റ്റ് ഒബ്വിയസ്, പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ എന്ന് പറയുന്നു. അതിലൊരു പുതിയ ഒരു റീസൺ അല്ലെ പുതിയൊരു എന്താ പറയുന്നത് പുതിയ ഇൻഫർമേഷനാണെന്ന് പറയുന്നത് ഡിസ്കാർഡഡ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇലക്ട്രോണിക് ഡിവൈസസ്. ഇലക്ട്രോണിക് ഡിവൈസ്, അതായത് പൊല്യൂഷൻ കുറേ നാളായിട്ടുണ്ട്, അതിലേക്ക് പുതുതായിട്ട് വളർന്നു വന്ന ഒരു ഐഡിയ ആണ് എന്തെന്ന് പറയുന്നത് ഡിസ്കാർഡഡ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളവിടെ ഉപയോഗിച്ചപ്പോൾ ഓൾഡ് ഇൻഫർമേഷൻ എന്ത് ചെയ്തു, ദ ഓൾഡ് ഇൻഫർമേഷൻ വിച്ച് ഈസ് ദ കംസ് ആഫ്റ്റർ ദ വെർബ് ഇൻ ദിസ് structure. The old information which is two of the most obvious sources come first. അതായത് ടു ഓഫ് ദ ഒബ്വിയസ് സോഴ്സസ് എന്ന് പറയുന്ന ഓൾഡ് ഇൻഫർമേഷനെ നമ്മൾ ആദ്യം പറഞ്ഞു. അതിനുശേഷം പുതിയതായിട്ടുള്ള ഡിസ്കാർഡഡ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇലക്ട്രോണിക് ഡിവൈസസ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ എന്ത് ചെയ്തു, ന്യൂ ഇൻഫർമേഷനെ നമ്മൾ എന്ത് ചെയ്തു, രണ്ടാമത്തും പറഞ്ഞു. അതിനെ രണ്ടാമത്തും നമ്മളവിടെ സ്റ്റേറ്റ് ചെയ്തു. ദ സപ്പോർട്ടിങ് സെൻറ്റൻസസ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു സിമ്പിൾ സെൻറ്റൻസിലേക്ക് വന്നപ്പോൾ എന്ത് സംഭവിച്ചു, നമ്മൾ ആ ക്ലോസിനെ ആദ്യം നമ്മളൊന്ന് എഴുതാൻ സാധിച്ചു. പഴയ ഇൻഫർമേഷൻ ആദ്യം ചെയ്തു, പുതിയ ഇൻഫർമേഷനെ രണ്ടാമത് നമ്മൾ സ്റ്റേറ്റ് ചെയ്തു. ദിസ് ഇസ് ദ എക്സ്പ്ലനേഷൻ ഫോർ ദിസ് സെൻറ്റൻസ്. ടു ഓഫ് ദ മോസ്റ്റ് ഒബ്വിയസ് സോഴ്സസ് ആർ ഡിസ്കാർഡഡ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇലക്ട്രോണിക് ഡിവൈസസ്. Okay, hope you get it. So here you can see the sentence 4.
സെക്കൻഡ് സപ്പോർട്ടിംഗ് സെൻറ്റൻസ് നമുക്ക് കാണാൻ സാധിക്കും. അനദർ മേജർ വേസ്റ്റ് പ്രോബ്ലം ഈസ് പാക്കേജിങ്. രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് പാക്കേജിങ് ആണ് നമ്മളോട് പറയുന്നത്. ഹൗ ദ പാക്കേജിങ്. സോ ഇവിടുത്തെ കോംപ്ലിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. അഗൈൻ ഇറ്റ്സ് എ സിമ്പിൾ സെൻറ്റൻസ്. അനദർ മേജർ വേസ്റ്റ് പ്രോബ്ലം ഈസ് പാക്കേജിങ്. മറ്റൊരു പ്രധാനപ്പെട്ട വേസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് പാക്കേജിങ് ആണ് പറഞ്ഞത്. സോ കോംപ്ലിമെൻറ്റ് സെൻറ്റൻസ് പറയുന്നത് അനദർ മേജർ വേസ്റ്റ് പ്രോബ്ലം ആണ്. വെർബ് ഈസ് ആണ്, സബ്ജക്റ്റ് പാക്കേജിങ് ആണ്. ദ യൂസ് ഓഫ് ദി സ്ട്രക്ചർ ഈസ് സെയിം ഇൻ ആസ് ഇൻ സെൻറ്റൻസ് 2. യൂസ് ഓഫ് ദി സ്ട്രക്ചർ ഈസ് ദ സെയിം ഇൻ സെൻറ്റൻസ് 2. അതായത് സെക്കൻഡ് സെൻറ്റൻസ് ഉപയോഗിച്ച പോലെ തന്നെ സെയിം ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദ കോംപ്ലിമെൻറ്റ് സെൻറ്റൻസ് അല്ലെങ്കിൽ പഴയ ഇൻഫർമേഷൻ എന്ന് പറയുന്നതാണ്. അനദർ മേജർ വേസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്ന പഴയ ഇൻഫർമേഷനെ ആദ്യം വിട്ടു. സബ്ജക്റ്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയ ഇൻഫർമേഷൻ, അതിൻ്റെ കാരണം എന്ന് പറയുന്ന പാക്കേജിങ് ആണ്. അതിനെ എന്ത് ചെയ്തു? രണ്ടാമത് നമ്മളോട് യൂസ് ചെയ്തു. ദിസ് സെയിം ലൈക്ക് ദ പ്രീവിയസ് സെൻറ്റൻസ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? അനദർ മേജർ വേസ്റ്റ് പ്രോബ്ലം ഈസ് പാക്കേജിങ് എന്ന് നമ്മളിവിടെ എഴുതി ചേർത്തു. ആൻഡ് സെൻറ്റൻസ് 5ലേക്ക് വരുമ്പോൾ എഗെയിൻ എന്താണ്? ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. യു ക്യാൻ സീ ഹിയർ ദ ഷെൽഫ്സ് ഓഫ് സൂപ്പർ മാർക്കറ്റ്സ് ആർ ഫുൾ ഓഫ് ഐറ്റംസ് വിച്ച് ആർ എക്സസീവ്ലി പാക്കേജ്ഡ്. സോ ദ ഷെൽഫ്സ് ഓഫ് സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്, ഫുൾ ഓഫ് ഐറ്റംസ് ഉണ്ട്, എക്സസീവ്ലി പാക്കേജ്ഡ് ആണെന്ന് പറഞ്ഞ 3 കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. ഇതിലെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയുന്നത് എന്താണ്? പ്ലസ് സബോർഡിനേറ്റ് ക്ലോസ് രണ്ടായിട്ട് വന്നിരിക്കുന്നു. ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയുന്നത് ദ ഷെൽഫ്സ് ഓഫ് സൂപ്പർ മാർക്കറ്റ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. അതോടൊപ്പം തന്നെ എന്ത് പറയുന്നു? വെർബ് അവിടെ ഈസ് ഓൾറെഡി ദെയർ. ആൻഡ് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത് ആർ ഫുൾ ഓഫ് ഐറ്റംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയുന്നത് ഷെൽഫ്സ് ഓഫ് സൂപ്പർ മാർക്കറ്റ്സ് ആണ്. ആർ ഫുൾ ഓഫ് ഐറ്റംസ് പറയുന്നതാണ് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആർ ഫുൾ ഓഫ് ഐറ്റംസ് പറഞ്ഞിരിക്കുന്നു. സോ ഇതെന്താണ്? ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങൾ അവിടെ വെച്ച്. റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറഞ്ഞ വിച്ച് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെ കണക്ട് ചെയ്യാനായിട്ടൊരു വിച്ച് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഐറ്റംസിനെയാണ്. വിച്ച് ഐറ്റംസ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വിച്ച് ആർ എക്സസീവ്ലി പാക്കേജ്ഡ് എന്ന് പറഞ്ഞു. അത് വളരെയധികം എക്സസീവായിട്ട് പാക്കേജ് എന്ന് പറഞ്ഞു. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോംപ്ലക്സ് സെൻറ്റൻസ് സ്ട്രക്ചർ വന്നപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും വന്നു. പക്ഷേ തൊട്ട് മുമ്പേ നമ്മൾ ഉപയോഗിച്ച ആ ഒരു റൂൾ അല്ലെങ്കിൽ ഒരു ഓൾഡ് ഇൻഫർമേഷൻ നമ്മളിവിടെ വന്നില്ല. കാരണം ആ ഓൾഡ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ സെൻറ്റൻസിലേക്ക് മാത്രമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു ഓൾഡ് ഷെൽഫ്സ് ഓഫ് സൂപ്പർ മാർക്കറ്റ്സ് ആർ ഫുൾ ഓഫ് ഐറ്റം എന്ന് പറയുന്നത് രണ്ടും എന്താണ്? പുതിയ ഇൻഫർമേഷനാണ്. അവിടെ ഓൾഡ് ഇൻഫർമേഷൻ വന്നിട്ടില്ല. എല്ലാ ഷെൽഫ്സും എന്താണ്? സൂപ്പർ അല്ലെങ്കിൽ ഫുള്ളായിട്ട് അവിടെ എന്ത് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ പാക്കേജ് ചെയ്തിരിക്കുന്ന ഒരു ഐഡിയ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. വി ഡോണ്ട് നീഡ് ടു നമ്മളതിനെ ഓൾഡ് ഇൻഫർമേഷൻ ന്യൂ ഇൻഫർമേഷൻ തിരിക്കേണ്ട. ഇവിടെ ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് ഡെവലപ്പിംഗ് സെൻറ്റൻസ് എന്താണെന്ന് പറഞ്ഞു? ഷെൽഫ്സ് ഓഫ് സൂപ്പർ മാർക്കറ്റ്സ് ആർ ഫുൾ ഓഫ് ഐറ്റംസ് പറഞ്ഞു. അതിൻ്റെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയുന്നത് ഷെൽഫ്സ് ഓഫ് സൂപ്പർ മാർക്കറ്റ് ആണ്. സബോർഡിനേറ്റഡ് ക്ലോസ് എന്ന് പറയുന്നത് ആർ ഫുൾ ഓഫ് ഐറ്റംസ് ആണ്. സോ റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ വിച്ച് അവിടെ ഉപയോഗിച്ചു. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് സ്ട്രക്ചർ ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് നമ്മുടെ 5th സെൻറ്റൻസിനെയാണ് നമ്മളിവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മൾ സ്ക്രൂട്ടനൈസ് ചെയ്തത്. ആൻഡ് വൺ മോർ സെൻറ്റൻസ് ഈസ് ദെയർ. യു ക്യാൻ സീ സെൻറ്റൻസ് 6. Second developing sentences. Though the contents of these products need to be preserved. അതായത് ഇതിൻ്റെ കണ്ടൻസ് അല്ലെങ്കിൽ ഈ പാക്കേജിലുള്ള കണ്ടൻസ് എല്ലാം പ്രിസർവ് ചെയ്യപ്പെടുന്നുണ്ട്. പ്രൊട്ടക്റ്റഡ് ആൻഡ് സെക്യൂർഡ് ട്രിപ്പിൾ റാപ്പിംഗ് ഈസ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നതാണെങ്കിൽ പോലും, ശരിയാണ് ആണെങ്കിൽ പോലും, ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സെക്യൂർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ട്രിപ്പിൾ റാപ്പിംഗ്, 3 ലെയറായിട്ടുള്ള റാപ്പിംഗ് എന്ന് പറഞ്ഞാൽ അൺജസ്റ്റിഫൈബിൾ ആൻഡ് വേസ്റ്റ്ഫുൾ എന്ന് പറയുന്നത്. അത് ജസ്റ്റിഫൈബിൾ അല്ല, നമുക്കൊരിക്കലും ജസ്റ്റിഫൈ ചെയ്യാനും സാധിക്കത്തില്ല. അതോടൊപ്പം വേസ്റ്റ്ഫുൾ ആണെന്ന് പറയുന്നത്. അതിൻ്റെ ഒരു വേസ്റ്റ്ഫുൾ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് അതിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആയിരിക്കാം, അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന മെറ്റീരിയൽസ് വളരെ ഒരു ലെയർ അല്ലെങ്കിൽ 3 ലെയറിലേക്ക് മാറുമ്പോൾ അതിൻ്റെ ഒരു മെറ്റീരിയൽ ലോസ്റ്റ് ആയിരിക്കും അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ കാണാൻ സാധിക്കും കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. കോംപ്ലക്സ് സെൻറ്റൻസ് പറയുമ്പോൾ ഇതിലെ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത് ദോ ദ കൺജക്ഷൻ അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് പ്ലസ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. സോ ദോ ദ കണ്ടൻസ് ഓഫ്, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ദോ എന്ന് പറയുന്ന കൺസെഷൻ ഉപയോഗിച്ചു. ദോ ദ കണ്ടൻസ് ഓഫ് ദീസ് പ്രോഡക്ട്സ് നീഡ് ടു ബി പ്രിസർവ്ഡ്, അത് പ്രിസർവ് ചെയ്യപ്പെടേണ്ടതാണെങ്കിൽ പോലും, ദ പ്രൊട്ടക്റ്റഡ് ആൻഡ് സെക്യൂർഡ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ടതാണെങ്കിൽ പോലും എന്ത് സംഭവിച്ചിരിക്കുന്നു? ഇതെന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ്സ് അൺജസ്റ്റിഫൈബിൾ ആൻഡ് വേസ്റ്റ്ഫുൾ ആണ് പറയുന്നത്. സോ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയുന്നത് അതാണ് അൺജസ്റ്റിഫൈബിൾ ആൻഡ് വേസ്റ്റ്ഫുൾ. ഇത് അൺജസ്റ്റിഫൈബിൾ ആണ്. അതുപോലൊപ്പം തന്നെ ട്രിപ്പിൾ റാപ്പിംഗ് ഈസ് അൺജസ്റ്റിഫൈബിൾ ആൻഡ് വേസ്റ്റ്ഫുൾ. അതായത് 3 ലെയർ റാപ്പ് ചെയ്യുന്നത് അൺജസ്റ്റിഫൈ, നമുക്കൊരിക്കലും നീതീകരിക്കാനും ആകത്തില്ല. അതോടൊപ്പം തന്നെ അതൊരു ഫലപ്രദവുമല്ലെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ കോംപ്ലക്സ് എന്ന സ്ട്രക്ചറിലേക്ക് വന്നപ്പോൾ സബോർഡിനേറ്റ് ക്ലോസ് ഉപയോഗിച്ചു, അതോടെ തന്നെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഉപയോഗിച്ചാണ് എന്ത് ചെയ്തത്? ഇവിടെ ആ ഒരു സെൻറ്റൻസിൻ്റെ ഐഡിയ നമുക്ക് പൂർണ്ണമായിട്ട് തന്നത്. അതായത് ഈ പ്രോഡക്റ്റുകളെല്ലാം പ്രിസർവ് ചെയ്യപ്പെടേണ്ടതാണെങ്കിൽ പോലും, സെക്യൂർ ചെയ്യേണ്ടതാണെങ്കിൽ പോലും 3 തവണയൊക്കെ എന്ത് ചെയ്യുക? റാപ്പ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് മെറ്റീരിയൽ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ കോൺട്രിബ്യൂട്ടിംഗ് ടു ദ പൊല്യൂഷൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫൈൻ. സോ ഇതാണ് നമ്മുടെ 6th സെൻറ്റൻസ് പറയുന്നത്. ഇതിൽ ഞാൻ പർപ്പസ്ഫുള്ളി ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ഞാൻ സ്കിപ്പ് ചെയ്തിരുന്നു. ബിക്കോസ് അത് അവസാനം പറയാൻ കരുതിയാണ് ഞാനിരുന്നത്. ദാറ്റ് ഈസ്
we can see a compound complex structure. So here you can see the complexity in the screen also. നമുക്ക് എത്രത്തോളം ഒരു കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് സ്ട്രക്ചർ എത്രത്തോളം ഒരു എന്താണ് ഒരു ഹെവി ആണ് അല്ലെങ്കിൽ ഒരു ഹെർക്കുലിയൻ ടാസ്ക് ആണെന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ദാറ്റ് വാസ് എ തേർഡ് സെൻറ്റൻസ്. നോക്കി, ദ കോമ്പോണൻറ്റ് പാർട്സ് ഓഫ് ദീസ് കൈൻഡ്സ് ഓഫ് പ്രോഡക്ട്സ് കനോട്ട് ബി റീയൂസ്ഡ് nor recycled and do not break down in landfill tips where they are dumped. സോ യു ക്യാൻ സി ഈ സെൻറ്റൻസ് സ്ട്രക്ചറിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെയധികം ക്ലോസുകൾ വന്നിട്ടുണ്ട്. ദ കമ്പോണൻറ്റ് പാർട്സ് ഓഫ് ദീസ് കൈൻഡ്സ് ഓഫ് പ്രോഡക്ട്സ് കനോട്ട് ബി റീയൂസ്ഡ്. ഈ കമ്പോണൻസ് പാർട്സ് ഉണ്ട്, അത് റീയൂസ് ചെയ്യാൻ സാധിക്കില്ല, റീസൈക്കിൾ ചെയ്യാൻ സാധിക്കില്ല. ആൻഡ് ഡു നോട്ട് ബ്രേക്ക് ഡൗൺ ഇൻ ലാൻഡ്ഫിൽ ടിപ്സ് വേർ ദേ ആർ ഡംപ്ഡ്. അവിടെ അവരെ ഡംപ് ചെയ്തിരിക്കുന്ന ലാൻഡ്ഫിൽ ടിപ്സിൽ ലാൻഡ്ഫിൽ കൊണ്ട് ആ സ്ഥലത്ത് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, അതിനെ പൊടിക്കുകയാണ്, അല്ലെ ക്രഷ് ചെയ്ത് വേസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സാധിക്കില്ല എന്നൊരു ഐഡിയയാണ് അവിടെ തന്നിരിക്കുന്നത്. പല ക്ലോസുകളിനെ അവരോട് ഒരുമിച്ച് ചേർത്തിട്ടുണ്ട്. ഇതെന്താണ്, ഒരു കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് സ്ട്രക്ചറാണ്. ഒരു കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് സ്ട്രക്ചറാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഹിയർ യു ക്യാൻ സി ദ കോമ്പൗണ്ട് കോംപ്ലക്സ് സ്ട്രക്ചറിൽ കാണാൻ സാധിക്കും ദ കമ്പോണൻറ്റ് പാർട്സ് ഓഫ് ദീസ് കൈൻഡ്സ് ഓഫ് പ്രോഡക്ട്സ് എന്ന് പറയുന്നതാണ് ഇവിടെ രണ്ട് സബ്ജക്റ്റായിട്ട് വന്നിരിക്കുന്നത്. ദ കമ്പോണൻറ്റ് പാർട്സ് എന്ന് പറയുന്ന രണ്ട് സബ്ജക്റ്റുകളുണ്ട്, രണ്ട് വെർബ്. കനോട്ട് ബി റീയൂസ്ഡ് എന്ന് പറയുന്നൊരു വെർബും ഉണ്ട്, അതോടൊപ്പം തന്നെ റീസൈക്കിൾഡ് എന്ന് പറയുന്ന രണ്ട് വെർബ് ഉപയോഗിച്ചിട്ടുണ്ട്. ആൻഡ് ഡു നോട്ട് ബ്രേക്ക് ഡൗൺ, അതായത് റീയൂസ്ഡ് ഓർ നോ റീസൈക്കിൾഡ് എന്ന് പറഞ്ഞൊരു വെർബും അതിനെ എന്ത് ചെയ്തു ആൻഡ് ചേർത്ത് മറ്റൊരു വെർബൂടെ വന്നു, ബ്രേക്ക് ഡൗൺ. അതിനെ നശിപ്പിക്കാനും സാധിക്കത്തില്ല, അല്ലെങ്കിൽ നശിപ്പിച്ച് കളയാനും സാധിക്കില്ല, അല്ല ക്രഷ് ചെയ്യാനും സാധിക്കില്ല കൂടെ വന്നു. സോ ഇവിടെ കോർഡിനേറ്റിംഗ് കൺജക്ഷനായിട്ട് ഉപയോഗിച്ച് എന്താണ്, ആൻഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജോയിൻസ് ടു പീസസ് ഓഫ് ഇൻഫർമേഷൻ വിച്ച് റിലേറ്റ് ടു ദ സെയിം സബ്ജക്ട് നെയിംലി കോമ്പോണൻറ്റ് പാർട്സ്. കമ്പോണൻറ്റ് പാർട്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരേ ഇൻഫർമേഷൻ റിലേറ്റ് ടു ദ സെയിം സബ്ജക്റ്റ്, ആ സബ്ജക്റ്റിൽ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരേ കാര്യത്തെ എന്ത് ചെയ്തു, കോമ്പോണൻറ്റ് പാർട്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷൻ എന്ത് ചെയ്തു, അവിടെ അതിനെ എന്ത് ചെയ്തു, ജോയിൻസ് ടു പീസ് ഓഫ് രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ച് അതിനെ അവിടെ ജോയിൻ ചെയ്തു. ദ കമ്പോണൻറ്റ് പാർട്സ് ഓഫ് ദീസ് കൈൻഡ്സ് ഓഫ് പ്രോഡക്ട്സ് കനോട്ട് ബി റീയൂസ്ഡ് നോർ റീസൈക്കിൾഡ് ആൻഡ് ഡു നോട്ട് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന കാര്യത്തെ അവിടെ ജോയിൻ ചെയ്തു. സോ ഇവിടെ കോർഡിനേറ്റിംഗ് കൺജക്ഷനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്, ആൻഡാണ്. അവിടുത്തെ നെയിംലി എന്ന് പറയുന്നത് എന്താണ് ഉപയോഗിക്കുന്നത്, ഒരു രണ്ട് പീസിന് ഇൻഫർമേഷൻ വെച്ച് റിലേറ്റ് ചെയ്ത് എന്ത് വെച്ചാണ്, കമ്പോണൻറ്റ് പാർട്സ് വെച്ച് അവിടെ റിലേറ്റ് ചെയ്തു. സോ ഇതിലെ വെർബിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ കനോട്ട് ബി റീസൈക്കിൾഡ് ഓർ റീയൂസ്ഡ് നോ റീസൈക്കിൾ ഡു നോട്ട് ബ്രേക്ക് ഡൗൺ. രണ്ട് വെർബുണ്ട്, കനോട്ട് ബി റീയൂസ്ഡ് നോ റീസൈക്കിൾ. ഇത് റീയൂസ് ചെയ്യാനോ അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യാനോ സാധിക്കത്തില്ല. അതോടൊപ്പം തന്നെ ഡു നോട്ട് ബ്രേക്ക് ഡൗൺ, ഒരിക്കലും നശിപ്പിച്ച് കളയാൻ സാധിക്കത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ ഇന്ന് കാണാൻ യൂസിങ് എ നെഗറ്റീവ് മോഡൽ ടു എക്സ്പ്രസ് ദ ഇമ്പോസിബിലിറ്റി കനോട്ട്. ഇവിടെ കനോട്ട് എന്ന് പറയുന്നൊരു ഇമ്പോസിബിലിറ്റിയാണ്, ഒരിക്കലും സാധിക്കത്തില്ല, നമുക്കത് ചെയ്യാൻ സാധിക്കത്തില്ല പറയുന്ന നെഗറ്റീവ് പോസിബിലിറ്റി ഉപയോഗിക്കാണ്ട് അല്ലെങ്കിൽ നെഗറ്റീവിനെ കാണിക്കാണ്ട് കനോട്ട് യൂസ് ചെയ്തു. സോ ഇതോടൊപ്പം തന്നെ ഡു നോട്ട് എന്ന് പറയുന്ന നെഗറ്റീവ് ഓക്സിലറി വെർബാണ്, അല്ലെങ്കിൽ ഓക്സിലറി വെർബായിട്ടുള്ള ഡു നോട്ട് എന്ന് പറയുന്ന എന്തിനാ ഓക്സിലറി വെർബിനെ എവിടെ ഉപയോഗിച്ചു, രണ്ടാമത്തെ വെർബിൻ്റെ അകത്ത് ഉപയോഗിച്ചു. പ്ലസ് ഒരു ഫ്രേസൽ വെർബ് കൂടി ഉപയോഗിച്ചു, ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന ഫ്രേസൽ. ഡു നോട്ട് ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ ഒരു ഓക്സിലറി വെർബ് പ്ലസ് ഫ്രേസൽ വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡു നോട്ട് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന ഓക്സിലറി വെർബും അതോടൊപ്പം തന്നെ ഫ്രേസൽ വെർബും ഉപയോഗിച്ച് എന്ത് ചെയ്തു, നമുക്ക് അഡീഷണൽ രണ്ടാമത്തെ വെർബിനെ അവിടെ ക്രിയേറ്റ് ചെയ്ത് കനോട്ട് ബി റീയൂസ്ഡ് എന്നല്ലെങ്കിൽ നോ റീസൈക്കിൾഡ് ആൻഡ് ഡു നോട്ട് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന കാര്യം അവിടെ ഉപയോഗിച്ചു. ഓക്കെ, ഇനി ഇതിലൊരു കോംപ്ലക്സ് പാർട്ട് ഓഫ് ദ സെൻറ്റൻസ് എന്ന് പറയുന്നൊരു കാര്യമാണ്. നമുക്ക് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് കാണാം. സബോർഡിനേറ്റിംഗ് ക്ലോസ് എന്ന് പറയുന്നതാണ്, സബോർഡിനേറ്റിംഗ് ക്ലോസ് ഇസ് എക്സ്പ്രസ്ഡ് ഇൻ യൂസിങ് റിലേറ്റീവ് ആഡ്വർബ് വെയർ ടു ഇൻഡിക്കേറ്റ് പ്ലേസ് ഓർ റെഫേഴ്സ് ടു ലാൻഡ്ഫിൽ. അതായത് ഇവിടെ ഒരു സബോർഡിനേറ്റിംഗ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇത് എവിടെ വെച്ച് സാധിച്ചില്ല, അല്ലെങ്കിൽ ഇത് റീയൂസ് ചെയ്യാനോ റീസൈക്കിൾ ചെയ്യാനോ ഡിസ്ട്രക്റ്റ് ചെയ്യാനോ സാധിക്കില്ല, എവിടെ വെച്ച് സാധിച്ചില്ല എന്നൊരു കാര്യം കൂടി ഇവിടെ പറഞ്ഞു. അതാണ് സബോർഡിനേറ്റിംഗ് ക്ലോസ്. ദാറ്റ് ഈസ് കോൾഡ് പ്ലേസ്, അല്ലെങ്കിൽ അതെന്താ നോർമലി എന്തായിരിക്കും, ഒരു പ്ലേസ് അല്ലെങ്കിൽ എവിടെ അല്ലെങ്കിൽ എങ്ങനെ എന്ന് പറയുന്നതായിരിക്കും. ഇത്ര ഒരു കോമ്പൗണ്ട് കോംപ്ലക്സ് സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ എന്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്, ഈ ഒരു റിലേറ്റീവ് ആഡ്വർബിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സബോർഡിനേറ്റിംഗ് ക്ലോസ് എന്ന് പറയുന്നത്. സോ പ്ലേസ് ഇറ്റ് റെഫേഴ്സ് ടു ലാൻഡ്ഫിൽ, അതിനെ ലാൻഡ്ഫിൽ എന്ന് പറഞ്ഞാണ്, അല്ലെങ്കിൽ ആ സ്ഥലത്തെയാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്, സബോർഡിനേറ്റിംഗ് ക്ലോസ് ആയിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഇറ്റ്സ് ക്വൈറ്റ് ഡിഫിക്കൽട്ട്. ഒരു തവണ അല്ലെങ്കിൽ നിങ്ങൾ റീഡ് ചെയ്യുന്നുണ്ടോ, രണ്ട് തവണ റീഡ് ചെയ്യുന്നുണ്ടോ, ഇറ്റ് വോണ്ട് ബി യൂസ്ഫുൾ. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകാൻ സാധ്യത വളരെ കുറവാണ്. കീപ് ട്രൈങ് ആൻഡ് കീപ് ഹാർഡ് വർക്കിംഗ്. നിങ്ങളൊരു സെൻറ്റൻസ് സ്ട്രക്ചറുകൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. വളരെ സിമ്പിളാണ്. ഒരു സിമ്പിൾ സെൻറ്റൻസ് ആർക്ക് എഴുതാം, എനിവൺ ക്യാൻ റൈറ്റ് എ കോമ്പൗണ്ട് സെൻറ്റൻസ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ദ കേസ് ഓഫ്
compound complex and complex sentence and compound complex sentence, it will be difficult because അതിൻ്റെ ഒരു പ്രോപ്പർ റൂൾ, നമ്മൾ ഉപയോഗിക്കേണ്ട കോർഡിനേറ്റിംഗ് കൺജക്ഷൻസ്, നമ്മൾ ഉപയോഗിക്കേണ്ട കൺസെഷൻസ്, നമ്മളുടെ സബോർഡിനേറ്റ് ക്ലോസ് ഏതാണ്, നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഏതാണ്, എത്ര ക്ലോസസ് വരുന്നുണ്ട്, എത്ര ഐഡിയ വരുന്നുണ്ട്, ഓൾഡ് ഇൻഫർമേഷൻ ഏതാണ്, ന്യൂ ഇൻഫർമേഷൻ ഏതാണ്, ഇതെല്ലാത്തിനെയും ഗ്യാദർ ചെയ്തിട്ട് വേണം നമുക്കൊരു കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസുകൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ ആം അഷറിങ് യു ദാറ്റ് ഡെഫിനറ്റ്ലി യുവർ സ്കോർ വിൽ ഇംപ്രൂവ്. നിങ്ങളുടെ സ്കോർ, നിങ്ങളിപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഒരു റൈറ്റിംഗ് ടാസ്ക് 2ൻ്റെ സ്കോർ എന്ന് പറയുന്നൊരു 5.5 6 എന്ന് പറയുന്ന സെനിത്ത് പോയിന്റിൽ നിൽക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ റൈറ്റിങ്ങിൻ്റെ അകത്ത് ഉണ്ടാവില്ല. ഒന്നെങ്കിൽ ഒബ്വിയസ്ലി ഗ്രാമർ മിസ്റ്റേക്സ് അല്ലെങ്കിൽ ഒരു നോർമൽ റൈറ്റിംഗ് ആണെങ്കിൽ അതിനുള്ള സാധ്യത ഉണ്ട്. അല്ല, ഇഫ് യു ആർ ഹാവിങ് എ ഗുഡ് ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ, നല്ലൊരു ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ, ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതുന്ന ഒരാളാണ് നിങ്ങൾ എന്ന് വിചാരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്താ പറയുക, നല്ല കോഷൻ, നിങ്ങൾ പറഞ്ഞ ചോദ്യത്തെയൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അച്ചീവ് ചെയ്തിട്ടുണ്ടെന്നും വിചാരിക്കുക. എന്നിട്ടും നിങ്ങളുടെ സ്കോർ 6.5 എത്തുന്ന, അല്ലെങ്കിൽ 6ലും 5.5ലുമാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ വിചാരിക്കുക ഇത് ദ പ്രോബ്ലം ഈസ് വിത്ത് യുവർ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ. നിങ്ങളുടെ സെൻറ്റൻസ് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രോബ്ലം നിൽക്കുന്നത്, എസ്പെഷ്യലി വിത്ത് ദിസ് കോമ്പൗണ്ട് കോംപ്ലക്സ് സ്ട്രക്ചർ. സോ ആ കോമ്പൗണ്ട് കോംപ്ലക്സ് സ്ട്രക്ചർ നിങ്ങളുടെ എക്സ്പ്ലനേഷൻ്റെ അകത്ത് കാണാൻ സാധിച്ചാൽ ദ എക്സാമിനേഴ്സ് വിൽ ഗീവ് യു ദ റിക്വയർഡ് സ്കോർ. അല്ലെങ്കിൽ റിക്വയർഡ് സ്കോർ എന്നല്ല, നിങ്ങൾക്ക് ഗീവ് യു ദ അഡീഷണൽ സ്കോർ. നിങ്ങൾക്കൊരു പ്രൊഫഷ്യൻ്റ് ആണെന്ന് നിങ്ങളോട് പ്രൂവ് ചെയ്തു. You have proved that you are an English proficient in the IELTS because നിങ്ങളൊരു കോംപ്ലക്സ് സെൻറ്റൻസ് സ്ട്രക്ചർ എഴുതി അത് കൃത്യമായിട്ട് ഓൾദോ അല്ലെങ്കിൽ ആൻഡ് ഉപയോഗിച്ചു, അല്ലെങ്കിൽ കൺസെഷൻ ഉപയോഗിച്ചു, കോമാസ് ഉപയോഗിച്ചു, പങ്ക്ച്വേഷൻസ് ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഓൾഡ് ഐഡിയ, ന്യൂ ഐഡിയ, ഇതിനെ തിരിച്ചു, വെർബിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി, അതിൻ്റെ സബ്ജക്റ്റിനെ മനസ്സിലാക്കി, അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഒരു സെൻറ്റൻസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. അത് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ദ എക്സാമിനേഴ്സ് വിൽ ബി പ്ലേസ്ഡ്. അത് കൺസ്ട്രക്ട് ചെയ്താൽ എക്സാമിനേഴ്സ് എന്തും പ്ലേസ്ഡ് ആകുകയും നിങ്ങൾക്ക് സ്കോർ ചെയ്യുകയും ചെയ്യും. Okay, so this is the 4 types of sentences. ഫസ്റ്റ് സിമ്പിൾ സെൻറ്റൻസ് പറഞ്ഞു, പിന്നെ ഒരു കോമ്പൗണ്ട് സെൻറ്റൻസ് നമ്മൾ നോക്കി, പിന്നെ കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് നോക്കി. ഇത് ഫൈനലി നമ്മൾ നോക്കിയത് സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ് സെൻറ്റൻസ് ആൻഡ് ഫൈനലി ദ കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് നോക്കി. അതെങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, നമ്മൾ എഴുതിയ ബോഡി പാരഗ്രാഫിൽ അതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മളിവിടെ ഡീറ്റെയിൽഡായിട്ട് നോക്കുകയുണ്ടായി. ഓക്കെ, ഫൈൻ. So the last session you can see use a variety of sentence types to make your writing more interesting and can be expressed in different sentences. അതായത് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു സിമ്പിൾ സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ് എങ്ങനെയാണ് പല സ്ട്രക്ചറിലേക്ക് മാറ്റാൻ സാധിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. വെറൈറ്റി ഓഫ് സെൻറ്റൻസ് ടൈപ്സ് ടു മേക്ക് യുവർ റൈറ്റിംഗ് മോർ ഇൻട്രസ്റ്റിംഗ്. അതായത് എല്ലാ സെൻറ്റൻസുകളും നിങ്ങളൊരു, ഫോർ എക്സാമ്പിൾ, വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ ഫസ്റ്റ് ബോഡി പാരഗ്രാഫിൽ ഒരു 10 സെൻറ്റൻസുകൾ എഴുതി വെക്കുകയാണ്. എല്ലാം പോയിന്റുകൾ തന്നെ നിങ്ങൾ 10 സെൻറ്റൻസുകൾ അല്ലെങ്കിൽ സിമ്പിൾ സെൻറ്റൻസുകൾ എഴുതി വെക്കുകയാണ്. യു വോണ്ട് ഗെറ്റ് എനിത്തിങ്. നിങ്ങൾക്ക് അവിടെ ഒരു സ്കോർ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ പ്രതീക്ഷിക്കുകയും വേണ്ട. അവിടെ വേണ്ടത് പറഞ്ഞൊരു പോയിന്റ്, ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞിട്ട് അതിനെ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ആ എക്സ്പ്ലനേഷനിലാണ് എന്ത് ഉപയോഗിക്കേണ്ടത്, നിങ്ങളുടെ ഒരു കോമ്പൗണ്ട് കോംപ്ലക്സ് സ്ട്രക്ചർ ഉപയോഗിക്കേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് നിങ്ങൾ പറയുകയാണ്. ഫോർ എക്സാമ്പിൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് വേണേൽ പറയാൻ സാധിക്കും. ഇറ്റ് ഈസ് working 24/7 without any feelings, അല്ലെങ്കിൽ like the human beings, it doesn't have any feelings and they can work continuously and vigorously for a long time without any ഫീലിങ്സ് എന്നൊരു കാര്യമാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻസ്, AI മെഷീൻസ് അല്ലെങ്കിൽ റോബോട്ടിക് മെഷീൻസിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സോ ആ പറഞ്ഞ ഐഡിയയെ നമ്മളവിടെ ജനറേറ്റ് ചെയ്യുമ്പോൾ അതിന് കൃത്യമായിട്ട് അത് എങ്ങനെ ഇംപ്ലിമെൻറ്റഡ് ആകുന്നു, അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഇമോഷൻസ് എങ്ങനെ ആ കമ്പനിക്ക് ബെനിഫിറ്റ് ആകുന്നു എന്നുള്ളതിന് പ്രോപ്പറായിട്ടൊരു എക്സ്പ്ലനേഷൻ നിങ്ങളവിടെ കൊടുക്കുകയാണെങ്കിൽ ആ എക്സ്പ്ലനേഷനിലായിരിക്കണം എന്തുണ്ടാകേണ്ടത്, നിങ്ങളുടെ കോമ്പൗണ്ട് കോംപ്ലക്സ് സ്ട്രക്ചർ ഉണ്ടാകേണ്ടത്. ഓക്കെ, ഫൈൻ. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറച്ച് എങ്ങനെയാണ് സിമ്പിൾ സെൻറ്റൻസിനെ എങ്ങനെയാണ് അല്ലെങ്കിൽ കോമ്പൗണ്ടിലേക്കും കോംപ്ലക്സ് സെൻറ്റൻസിലേക്കും മാറുന്നത് എന്നൊരു കാര്യം ഇവിടെ കാണാൻ സാധിക്കും. സോ ഫസ്റ്റ് സെൻറ്റൻസ് ഈസ് സിമ്പിൾ സെൻറ്റൻസ് നോക്കി. ഹാപ്പിനെസ് ഈസ് ഡിഫിക്കൽട്ട് ഡിഫൈൻ. യെസ്, ഒബ്വിയസ്ലി ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്താണ്, ഡിഫൈൻ ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. സോ സബ്ജക്റ്റ് ഉണ്ട്, ഹാപ്പിനെസ് ഉണ്ട്, വെർബ് ഡിഫിക്കൽട്ടാണ്. അത് ഇതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നു. അതായത് ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. ഹാപ്പിനെസ് ഡിഫൈൻ ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്, പൂർണ്ണമായ മീനിങ് ഉണ്ടത്, ഡീറ്റെയിൽഡ് ആയിട്ട് വന്നു. ഇനി അടുത്ത നോക്കി, ഇതിനെ ഒരു കോമ്പൗണ്ട് സെൻറ്റൻസ് സ്ട്രക്ചറിലേക്ക് മാറിയപ്പോൾ യു ക്യാൻ സീ ഹാപ്പിനെസ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡിഫൈൻ ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇമ്പോസിബിൾ. സോ 2 ക്ലോസുകൾ വന്നു. ഹാപ്പിനെസ് ഈസ് ഡിഫിക്കൽട്ട് ഡിഫൈൻ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ അഡീഷണൽ ക്ലോസ് വന്നു എന്നാണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇമ്പോസിബിൾ. ഇത് സാധ്യമാകാത്ത ഒന്നല്ല, ഇമ്പോസിബിൾ ആണ്. ഇറ്റ് ഈസ് നോട്ട് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഇമ്പോസിബിൾ, സാധ്യമാകാത്ത കാര്യമൊന്നുമല്ല.
ഇഫ് പോസിബിൾ ഇഫ് ഇറ്റ് ഡിമാൻഡ്സ് ഡെഫിനറ്റ്ലി വി ക്യാൻ ഡു ഇറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളത് പോസിബിൾ ആണ്, പക്ഷേ അത് ഹാപ്പിനെസ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡിഫൈൻ ആണ്, പക്ഷേ നമുക്കത് പോസിബിൾ ആണ്. ബട്ട് എന്ന് പറയുന്നത് എന്ത് ഉപയോഗിച്ചു? കോർഡിനേറ്റിംഗ് കണ്ടീഷൻ ഉപയോഗിച്ചു, കോൺട്രഡിക്ഷൻ ഉപയോഗിച്ചു, അല്ലെങ്കിൽ പാടാണ് എന്ന് പറയുന്നു, അതിൻ്റെ നേരെ കോൺട്രഡിക്ഷൻ, എന്നാൽ സാധിക്കും എന്ന് പറയാനായിട്ട് എന്ത് ചെയ്തു? ബട്ട് എന്ന് പറയുന്ന കോർഡിനേറ്റിംഗ് കണ്ടീഷൻ ഇവിടെ ഉപയോഗിച്ചു. സോ ഇതാണ് കോമ്പൗണ്ട്. ആ സിമ്പിൾ സെൻറ്റൻസിനെ നമ്മൾ എന്ത് ചെയ്തു? കോമ്പൗണ്ട് സെൻറ്റൻസിലേക്ക് മാറിയപ്പോൾ അഡീഷണൽ ആയിട്ടൊരു ക്ലോസ് കൂടി വന്നു. When we change this particular sentence to a complex sentence, here you can see happiness is difficult to define because it can mean different things. സോ ഇവിടെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചു. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ എന്നാണ് തൊട്ടുമുമ്പ് പറഞ്ഞത്. ഹാപ്പിനെസ് ഈസ് ഡിഫിക്കൽട്ട് ഡിഫൈൻ ബിക്കോസ് ഇറ്റ് ക്യാൻ മീൻ ഡിഫറെൻറ്റ് തിങ്സ്. ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് എന്താണ് പറയുന്നത്, ഒരു ഡിഫിക്കൽട്ട് ആൻഡ് ഡിഫൈൻ ബിക്കോസ് ഇറ്റ് ക്യാൻ മീൻ ഡിഫറെൻറ്റ് തിങ്സ്. കാരണം അതിനർത്ഥം പല അർത്ഥങ്ങളുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ഹാപ്പിനെസ് ഡിഫിക്കൽട്ട് ആണ് എന്നുള്ള കാര്യം പറഞ്ഞു ഡിഫൈൻ ചെയ്യേണ്ട. അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് ഹാപ്പിനെസ് ഡിഫിക്കൽട്ട് ആണ് എന്ന് പറയുന്ന കാര്യം അഡീഷണൽ ചേർക്കാനായിട്ട് ബിക്കോസ് എന്ന് പറയുന്നൊരു സ്ട്രക്ചർ നമ്മളോട് ബിക്കോസ് ചേർത്ത് എന്ത് ചെയ്തു? നമ്മൾ ആ സെൻറ്റൻസുകളെ ഒരുമിച്ച് ചേർത്തു. ഇറ്റ് മീൻസ് ഡിഫറെൻറ്റ് തിങ്സ് ടു ബിക്കോസ് ഇറ്റ് ക്യാൻ മീൻ ഡിഫറെൻറ്റ് തിങ്സ്. ഇതിനർത്ഥം ഇതിന് പല അർത്ഥങ്ങളുണ്ട് എന്നൊരു കാര്യം കൂടി നമ്മളോട് പറഞ്ഞു. അതെന്ത് ചെയ്തു? ഒരു കോമ്പൗണ്ട് സെൻറ്റൻസ് ആയിട്ട് മാറി. സോ നെക്സ്റ്റ് കോംപ്ലക്സ് സെൻറ്റൻസിലേക്ക് മാറുമ്പോൾ പോകാൻ സാധിക്കും. ഹാപ്പിനെസ് ഇസ് ഡിഫിക്കൽട്ട് ഡിഫൈൻ ബിക്കോസ് ഇറ്റ് ക്യാൻ അടുത്തൊരു കോംപ്ലക്സ് സെൻറ്റൻസ് ആകുകയാണ്. ഹാപ്പിനെസ് ഇസ് ഡിഫിക്കൽട്ട് ഡിഫൈൻ ബിക്കോസ് ഇറ്റ് മീൻസ് ഡിഫറെൻറ്റ് തിങ്സ് ടു ഡിഫറെൻറ്റ് പീപ്പിൾ. സോ ഇവിടെ അഡീഷണൽ ഒന്നുകൂടി വന്നു. ഹാപ്പിനെസ് ഈസ് ഡിഫിക്കൽട്ട് ഡിഫൈൻ ബിക്കോസ് ഇറ്റ് മീൻസ് ഡിഫറെൻറ്റ് തിങ്സ് എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയ എന്താണ്? ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. അതിൻ്റെ കൂടെ അഡീഷണൽ ക്ലോസ് കൂടെ എന്താണെന്ന് ടു ഡിഫറെൻറ്റ് പീപ്പിൾ, പല ആൾക്കാരിലും പല രീതിയിലാണെന്നുള്ള കാര്യം കൂടി നമ്മൾ ചേർത്ത്. ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യാൻ ഡിഫിക്കൽട്ടാണ് ബിക്കോസ് ഇറ്റ് മീൻസ് ഡിഫറൻസ്. പല കാര്യങ്ങൾ, പല തിങ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അല്ലെങ്കിൽ എന്താണ് ഹാപ്പിനെസ്സിനെ ഡിഫൈൻ ചെയ്യുന്നുള്ള നമുക്കുള്ള പല പല കാരണം ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. ടു ഡിഫറെൻറ്റ് പീപ്പിൾ, പല ആൾക്കാരിലും. It depends on the perception of the people. Happiness is the perception of the people. It varies from person to person. Happiness is entirely dependent on the personality trait of a person. വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകളുടെ ഭാഗമാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ആൻഡ് സോ അക്കോർഡിംഗ് ടു ദ ട്രേറ്റ്സ് ഓഫ് ദ പീപ്പിൾ ദ ഹാപ്പിനെസ് ഈസ് ഓൾസോ ചേഞ്ചിങ്. ആൾക്കാരിൽ നിന്ന് ഹാപ്പിനെസ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. മേ ബി പല ആക്ടിവിറ്റീസിനായിരിക്കും ആൾക്കാർക്ക് ഹാപ്പിനെസ് കിട്ടുന്നത്. ഓക്കെ, ഫൈൻ. ഇനി അത് വീണ്ടും ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് ആകുകയാണെങ്കിൽ ദോ ഡിഫിക്കൽട്ട് ടു ഡിഫൈൻ, ഡിഫിക്കൽട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഐ തിങ്ക് ഹാപ്പിനെസ് ലൈസ് ഇൻ പേഴ്സണൽ സക്സസ്. ഇതിനെ ഡിഫൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറയുന്നത് ദ ഹാപ്പിനെസ് ലൈസ് ഇൻ പേഴ്സണൽ സക്സസ്. ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത്, അല്ലെങ്കിൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പേഴ്സണൽ സക്സസ് ഓർ പേഴ്സണൽ അച്ചീവ്മെൻറ്റ്. അതായത് when a person achieves personally in his life or in his career, we can say that he is a happy person എന്നാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ പേഴ്സണലി കരിയർ അച്ചീവ്മെൻറ്റ് ഉണ്ടായാൽ സാധിച്ചാൽ അയാൾ ഹാപ്പി ആകും. സോ ഒബ്വിയസ്ലി കരിയർ അച്ചീവ്മെൻറ്റ് ഉണ്ടായാൽ ദ റെസ്റ്റ് ഓഫ് ദ തിങ്സ് വിൽ കം ഓട്ടോമാറ്റിക്കലി എന്നൊരു ഐഡിയ ആണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ദെൻ the next one is complex sentence ഒന്നുകൂടെ ഉണ്ട്. Because happiness can be interpreted in different ways, it is difficult to give a definition. സോ എന്താണ്? പല രീതിയിൽ ബിക്കോസ് ഹാപ്പിനെസ് ക്യാൻ ബി ഇൻ്റർപ്രറ്റഡ് ഇൻ ഡിഫറെൻറ്റ് വേസ്. പല വഴികളിലൂടെ പല രീതിയിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഹാപ്പിനെസ് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കില്ല, പ്രകടിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഗീവ് എ ഡെഫിനിഷൻ. അതുകൊണ്ട് ഒരു ഡെഫിനിഷൻ കൊടുക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണെന്ന് പറഞ്ഞു. സോ ദീസ് ഓൾ തിങ്സ് ആർ പാരാഫ്രൈസിങ്. അല്ലേ, നിങ്ങൾ നോക്കിയാൽ സാധിക്കും ഒരു സെക്കൻഡ് സെൻസിലേക്ക് വന്നപ്പോൾ അഡീഷണൽ ക്ലോസ് കൊണ്ട് പാരാഫ്രൈസ് ചെയ്യുകയാണ് ചെയ്തത്. അഡീഷണൽ ക്ലോസസിനെ ചേർത്ത് പാരാഫ്രൈസ് ചെയ്തിരിക്കുകയാണ് ചെയ്തത്. സോ പാരാഫ്രൈസിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു ലാസ്റ്റ് സെഷനിൽ കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് പാരാഫ്രൈസിങ്ങിന് ഉപയോഗിക്കുന്നത് എന്നൊരു കാര്യം കൂടി നമ്മൾ ലാസ്റ്റ് ലൈവ് സെഷനിൽ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ബിക്കോസ് ഹാപ്പിനെസ് ക്യാൻ ബി ഇൻ്റർപ്രറ്റ്, ഹാപ്പിനെസ് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതോടൊപ്പം തന്നെ ഇൻ ഡിഫറെൻറ്റ് വേയ്സ് പല സാധിക്കുമെങ്കിൽ പോലും എന്ത് സംഭവിച്ചു? ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഗീവ് എ ഡെഫിനിഷൻ. സോ ഇതിൻ്റെ ഡെഫിനിഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. ഹാപ്പിനെസ് ഈസ് ശരിയാണ്, ക്യാൻ ബി ഇൻ്റർപ്രറ്റഡ് ഡിഫറെൻറ്റ്, പല വഴികളിലും നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ മേ ബി ഒരാൾക്ക് റണ്ണിങ് ആയിരിക്കാം, ഒരാൾക്ക് കുക്കിംഗ് ആയിരിക്കാം, ഒരാൾ ജിമ്മിൽ പോകുന്നതായിരിക്കും, ഒരാൾക്ക് സ്റ്റഡി ആയിരിക്കാം, ഒരാൾ സിംഗിങ് ആയിരിക്കാം. സോ ഡിപ്പെൻസ്, വേരിയഡ് ഓൺ ദ പെർസെപ്ഷൻ ഓഫ് പീപ്പിൾ. അങ്ങനെ പെർസെപ്ഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നെങ്കിൽ പോലും ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡെഫിനിഷൻ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതിനാണ് ഡെഫിനിഷൻ കൊടുക്കാൻ ഡിഫിക്കൽട്ടായിട്ടിരിക്കുന്നത്. ഓക്കെ, ഫൈൻ. സോ ദിസ് ഈസ് കോൾഡ് ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ജസ്റ്റ് വി ക്യാൻ ജസ്റ്റ് റീഫൈൻ ദ തിങ്സ് ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ് ഇയർലിയർ. സോ നമ്മൾ ടൈപ്സ് ഓഫ് സെൻറ്റൻസുകളെ കുറിച്ച് പറഞ്ഞു. സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ് ആൻഡ് കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ അകത്ത് എത്രത്തോളം എങ്ങനെയാണ് സെൻറ്റൻസ് സ്ട്രക്ചർ ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിനെ എങ്ങനെയാണ് സിമ്പിളായിട്ടും കോമ്പൗണ്ടായിട്ടും അതിനെ ചേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓട്ടോമാറ്റിക്കലി അത് ചേഞ്ച് ആകുന്നുള്ള കാര്യം നമ്മൾ പിന്നീട് പറഞ്ഞു. പിന്നീട് നമ്മളൊരു ക്വസ്റ്റ്യൻ എടുത്തു, അതിൻ്റെ ഒരു ബോഡി പാരഗ്രാഫ് നമ്മളോട് അല്ലെങ്കിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ആ ബോഡി
പാരഗ്രാഫിനകത്ത് എങ്ങനെ സെൻറ്റൻസുകൾ, അത് ഏതൊക്കെ സെൻറ്റൻസുകളാണ്, എങ്ങനെയാണ് സെൻറ്റൻസ് ആക്കി മാറ്റുക, സിമ്പിൾ സെൻറ്റൻസ് ആണോ, കോമ്പൗണ്ട് സെൻറ്റൻസ് ആണോ, കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് ആണോ എന്നുള്ള കാര്യം കൂടി അതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അത് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത്, അതിനെ ഡീറ്റെയിൽ ആയിട്ട് സ്ക്രൂട്ടിനൈ ചെയ്തു. എന്താണ് സബോർഡിനേറ്റഡ് ക്ലോസ്, ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്താണ്, സബോർഡിനേറ്റ് ക്ലോസ് എന്താണ്, കൺസെഷൻ ഏതാണ്, കോർഡിനേറ്റിംഗ് കണ്ടീഷൻ എന്താണ്, ഓൾഡ് ഇൻഫർമേഷൻ എന്താണ്, ന്യൂ ഇൻഫർമേഷൻ എന്താണ്, ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കിയുണ്ടായി. സോ ഐ അഡ്വൈസ് യു ടു ഫോളോ ദിസ്. ഞാൻ നിങ്ങളെ അഡ്വൈസ് ചെയ്യുന്നു, ഇത് ട്രൈ ടു ഫോളോ ദിസ്. നിങ്ങൾ ഈ മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ക്രാക്ക് ദ സ്കോർ, എസ്പെഷ്യലി ഇൻ ദ റൈറ്റിങ്ങിലേക്ക് വരുമ്പോൾ ഈ സ്കോർ ക്രാക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞിരുന്നു, ഈ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ തന്നെയാണ്. അത് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ആർ അൺഅവെയർ അബൌട്ട് ഇറ്റ്. അറിയത്തില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. നല്ലൊരു എസ്സേയിൽ നിങ്ങൾ നല്ല ടാസ്കിനെ കൃത്യമായിട്ട് അച്ചീവ് ചെയ്തു. അതോടൊപ്പം തന്നെ ക്വസ്റ്റൻ ആൻഡ് കോഹറൻസും ഉണ്ടായിരുന്നു. വലിയ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ നിങ്ങൾ എഴുതിയെങ്കിൽ വിചാരിക്കുക. എന്നിട്ടും നിങ്ങൾക്ക് 5.5 6ലേക്കാണ് നിങ്ങളുടെ സ്കോർ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക സംതിങ് ഈസ് മിസ്സിങ് ദെയർ. ആ മിസ്സിങ് ലിങ്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് സ്ട്രക്ചർ തന്നെയാണ്. അതോടൊപ്പം തന്നെ വക്കാബ്സും ആണ്. ഇത് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇത്തരം സ്ട്രക്ചറുകൾ അല്ലെങ്കിൽ കോമ്പൗണ്ട് കോംപ്ലക്സ് സ്ട്രക്ചറുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. സോ ലോട്ട്സ് ഓഫ്, നമുക്കറിയാം പല സെൻറ്റൻസ് സ്ട്രക്ചറുകൾ നമുക്ക് ഈ 4 റൂൾ നിങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കൊരു പ്രൊഫഷ്യൻ്റ് എഴുതുന്ന പോലെ തന്നെ, ഒരു ലൈക്ക് എ പ്രൊഫഷ്യൻ്റ് പേഴ്സൺ യു ക്യാൻ റൈറ്റ് ദ സെൻറ്റൻസസ് ഇൻ IELTS writing. അതിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. സോ ഡോണ്ട് നീഡ് ടു വറി അബൌട്ട് ദാറ്റ്. സോ ദീസ് ആർ ദ തിങ്സ് വി വെർ ഡിസ്കസ്ഡ് ഇൻ ദിസ് സെഷൻ, എസ്പെഷ്യലി ദ ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ആൻഡ് ഹൗ ടു സ്ട്രക്ചർ എ സെൻറ്റൻസസ്, ആൻഡ് വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് സം എക്സാമ്പിൾസ് ഓൾസോ വിത്ത് ദ സെയിം ക്ലോസ്. ഒരേ ക്ലോസ് വെച്ച് നമ്മളതിനെ പല ഡിഫറൻഷൻസ് ആയി. സോ ഇപ്പോൾ ലാസ്റ്റ് സെഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഡീഷണൽ ക്ലോസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആയി, പിന്നെ അഡീഷണൽ ക്ലോസുകൾ വന്നു, സബോർഡിനേറ്റഡ് ക്ലോസുകൾ വന്നു. ഇതെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. സോ അങ്ങനെ വരുന്നതോറും സെൻറ്റൻസിൻ്റെ ലെങ്ത് കൂടുന്തോറും എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഒരു സ്കോർ അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു സെൻറ്റൻസിൻ്റെ കോംപ്ലക്സിറ്റി കൂടി വരുവാണ്. എ സിമ്പിൾ ടിപ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇഫ് യു ആർ നോട്ട് കോൺഫിഡൻറ്റ് ദാറ്റ് യു കാൺ റൈറ്റ് എ കോംപ്ലക്സ് സെൻറ്റൻസ്, ഡോണ്ട് ട്രൈ ഫോർ ഇറ്റ്. സോ നിങ്ങൾക്കൊരു കോംപ്ലക്സ് സെൻറ്റൻസ് എഴുതാനായിട്ട്, അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് എഴുതാൻ നിങ്ങൾ അത്ര പ്രൊവിഷ്യൻ്റ് അല്ല, നിങ്ങൾക്ക് അത്ര കോൺഫിഡൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതാതിരിക്കുക. കാരണം നിങ്ങൾ എഴുതിയിരിക്കുന്ന ഒരു നല്ല ഐഡിയ ആയിരിക്കും മേ ബി, അല്ലെങ്കിൽ നല്ലൊരു പോയിൻറ്റിനെ ആയിരിക്കും നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് നിങ്ങൾ ഒരു നല്ലൊരു പോയിൻറ്റ് പറഞ്ഞു, ആ പോയിൻറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിങ്ങളൊരു കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് സ്ട്രക്ചറിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇമാജിൻ അതൊരു സക്സസ് ആയിട്ടില്ല, നിങ്ങൾ ഓൾദോ ഉപയോഗിക്കേണ്ടടുത്ത് എന്താണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾ മറ്റൊരു കൺസെഷൻ ഉപയോഗിച്ചാൽ കോമ ആയിട്ടില്ല, ബട്ട് ഉപയോഗിച്ചതിന് ഒരു ആൻഡ് ഉപയോഗിച്ചു. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കും, ദ ഐഡിയ വുഡ് നോട്ട് ബി ഡെലിവേർഡ്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യത്തില്ല, ആൾക്കാരുടെ ഉള്ളിൽ അല്ലെങ്കിൽ എക്സാമിൻ്റെ അടുത്തേക്ക് ഡെലിവർ ചെയ്യത്തില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ പ്രാക്ടീസ് ചെയ്യുക, കൃത്യമായിട്ട് അതിനെ പ്രാക്ടീസ് ചെയ്താൽ ദെൻ യു ക്യാൻ ഡു ഇറ്റ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ആർ അവൈലബിൾ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് സെൻറ്റൻസസ് ആർ അവൈലബിൾ ഇൻ ദ ഇൻ്റർനെറ്റ്. So you can refer it, you can download it, and if you have any doubts related to this, you can message in our inbox, and we will collect it, and we will give you the details regarding this. കുറച്ചുകൂടെ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ സാധിക്കും. സോ ഐ ഹോപ്പ് ദിസ് സെഷൻ വാസ് വെരി യൂസ്ഫുൾ ടു യു ഗൈസ്. സോ ഇത്തരത്തിലുള്ള ലൈവ് സെഷൻസ് നിങ്ങൾ ഫോളോ ചെയ്യുക. ദാറ്റ് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ യു, എസ്പെഷ്യലി ഫ്രം ടിജൂസ് റൈറ്റിംഗ് ടാസ്ക്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. സോ ദ റെഗുലർ സ്റ്റുഡൻസ് കിട്ടുന്നൊരു ബെനിഫിറ്റ് നമ്മുടെ ഓൺലൈൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കൂടി കിട്ടണമെന്നൊരു ഉദ്ദേശത്തോടെയാണ്. സോ വി ആർ ഡൂയിങ് ദീസ് ടൈപ്സ് ഓഫ് സെഷൻസ്. സോ in the upcoming sessions you can expect more IELTS writing task to related tips and tricks, and how to crack the writing task to, and how to achieve the required score. All those things will be discussed in the upcoming sessions. So here ഇന്നത്തെ ഒരു ലൈവ് സെഷൻസ് ബെനിഫിഷ്യൽ ആണെന്ന് തോന്നുന്നു, ബെനിഫിറ്റഡ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് എങ്ങനെ എഴുതാം, ഒരു കോമ്പൗണ്ട് സെൻറ്റൻസ് എങ്ങനെ എഴുതാം എന്നൊക്കെ നിങ്ങൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട് റിലേറ്റഡ് ദിസ്, യു ക്യാൻ മെസ്സേജസ്, ആൻഡ് ഡെഫിനറ്റ്ലി വി വിൽ ബി ദെയർ ടു ഹെൽപ്പ് യു. ആൻഡ് റൈറ്റിംഗ് ടാസ്ക് 2ൻ്റെ അടുത്ത അപ്കമിങ് സെഷൻസിൽ നമ്മൾ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് അങ്ങനെ പല കാര്യങ്ങളിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. സോ പ്ലീസ് സ്റ്റേ ട്യൂൺ, ആൻഡ് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് കാണാം. സോ ദിസ് ഇസ് വിനീതൻ വിജയൻ ഫ്രം ടിജൂസ് തിരുവല്ല, സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ ദ live session.